അപ്പോഴേ ടുഡേ നമുക്ക് നോക്കാനുള്ളത് ഗ്രീഡി മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡാണ്. അതായത് ഗ്രീഡി മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് we are given a big set. From that we have to take a solution set. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ സെറ്റിൽ നിന്ന് നമുക്ക് ഒരു 10 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ്, ആ സെറ്റിൽ നിന്ന് കുറച്ച് കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട് ഒരു പ്രോബ്ലത്തിൽ. There are some elements that satisfy that constraints. Some set of elements. ഇതിനെയാണ് feasible solution. ഇങ്ങനെ feasible solution കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷനുള്ള കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സബ്സെറ്റുകളെയാണ് feasible solution എന്ന് പറയുന്നത്. അങ്ങനെ feasible solutionsന്റെ ഓപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷനിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവിനെ ഡിഫൈൻ ചെയ്യുന്ന ആ സെറ്റിനെയാണ് നമ്മൾ പറയുന്നത് പിന്നെ ഓപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഇത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് പക്ഷെ നിങ്ങളുടെ ബുക്കിലൊന്നും ഉള്ളതല്ല, ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ്. ഇപ്പം നിങ്ങളോട് പറയുകയാണ്, ഒരു 4 വെയിറ്റ് തന്നിരിക്കുകയാണ്. 1, 2, 4, 3. 1, 2, 4, 3. ഇങ്ങനെ 4 വെയിറ്റുകൾ. ഈ 4 വെയിറ്റുകൾക്ക് പ്രോഫിറ്റ്സ്. ആ പ്രോഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പി എന്ന് ഡിനോട്ട് ചെയ്യാം. പ്രോഫിറ്റ് ഇപ്പം വെറുതെ അതിന്റെ എക്സാമ്പിൾ എഴുതുന്നല്ലോ 5, 1, 2, 2. നിങ്ങൾക്ക് വലിയൊരു എക്സാമ്പിൾ ഉണ്ട്, വേറെ എക്സാമ്പിൾ ഉണ്ട്. 5, 1, 2, 2. ഇങ്ങനെ 4 പ്രോഫിറ്റ് ഉണ്ട്. എന്നിട്ട് നിങ്ങളോട് പറയുകയാണ് മാക്സിമം വെയിറ്റ് 20 ആകത്തക്ക വിധം ഇതെല്ലാം കൂടെ ഒരു എന്താ പറയണ്ടേ, ഒരു ബാഗിലോട്ട്, അത് നാപ്സാക്ക് എന്നാണ് ഇതിനകത്ത് പറയുന്നത്, ഒരു ബാഗിലേക്ക് നിങ്ങൾ ഇതെല്ലാം കൂടെ സ്റ്റോർ ചെയ്തു. മാക്സിമം വെയിറ്റ് 20 വരാവുള്ളൂ. ഈ 20 വരുമ്പോൾ എന്ത് വേണം, പിന്നെ ഇത് വേണം, മാക്സിമം പ്രോഫിറ്റ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം വെയിറ്റ് 5, സോറി മാക്സിമം വെയിറ്റ് 20 അല്ല, മാക്സിമം വെയിറ്റ് നമ്മുടെ കേസിൽ 5. 20 ഉള്ള വേറൊരു പ്രോബ്ലം ഉണ്ട്. മാക്സിമം വെയിറ്റ് നമ്മുടെ കേസിൽ 5. മാക്സിമം വെയിറ്റ് 5 ആകാവുള്ളൂ. 5 ആകത്തക്ക വിധം ഇതിനകത്തുനിന്ന് എലമെന്റ്സ് എടുക്കാം. അപ്പൊ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇത് 2 വിധത്തിൽ എടുക്കാം. 1ഉം 4ഉം എടുക്കാം, 2ഉം 3ഉം എടുക്കാം. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത്, 1ഉം 4ഉം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റ് 7 ആയി അല്ലെ. 1ഉം 4ഉം എടുത്തു കഴിഞ്ഞാല് 1, 4. 1ഉം 4ഉം എടുത്തു കഴിഞ്ഞു. ഇതൊരു ഒരു ഫീസിബിൾ സൊല്യൂഷൻ. 1ഉം 4ഉം എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മാക്സിമം കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5 + 2 7 കിട്ടും. ഇനി അടുത്തത് അത് 1ഉം 4ഉം എടുത്തു. അടുത്തത് 2ഉം 3ഉം എടുത്തു. 2ഉം 3ഉം കൂടെ ചേരുമ്പോഴും 5 ആണല്ലോ. 2ഉം 3ഉം കൂടെ എടുത്തു. അപ്പോൾ പക്ഷെ കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1ഉം 2ഉം കൂടെ ചേർന്ന് 3 ആയി. അതായത് 2 സെറ്റ് നമുക്ക് എടുക്കാം. 1ഉം 4ഉം കൂടെ ചേർന്നാലും വെയിറ്റ് 5 കിട്ടും അല്ലെ. 1ഉം 4ഉം കൂടെ ചേർന്നാല്, അതായത് 1ഉം 4ഉം അല്ല, 1ഉം 3ഉം, ഇത് 3 തേർഡ് എലമെന്റാണ്. ഈ 1ഉം 4ഉം കൂടെ ചേരുമ്പോൾ 5 കിട്ടും. 2ഉം 3ഉം കൂടെ ചേർന്നാലും 5 കിട്ടും. അപ്പൊ ഇത് 2 സൊല്യൂഷൻ ഉണ്ട്. ഫസ്റ്റ് എലമെന്റും തേർഡ് എലമെന്റും, അത് കൃത്യമായിട്ട് പറഞ്ഞാൽ അത് നൊട്ടേഷൻ വരുമ്പോൾ ഫസ്റ്റ് എലമെന്റും തേർഡ് എലമെന്റും, ഫസ്റ്റ് എലമെന്റും തേർഡ് എലമെന്റും ഒരു സൊല്യൂഷനാണ്. ആ ഫസ്റ്റ് എലമെന്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 5 ആണ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. തേർഡ് എലമെന്റിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. 1ഉം 3ഉം. അപ്പൊ രണ്ടിന്റെയും കൂടെ ഫസ്റ്റിന്റെ വെയിറ്റ് 1 ആണ്, തേർഡിന്റെ വെയിറ്റ് 4 ആണ്, ടോട്ടൽ വെയിറ്റ് 5 ആണ്.
ആ 5 സാറ്റിസ്ഫൈഡ് ആണ് 1 ഉം 3 കൂടെ. ഈ 1 ഉം 3 കൂടെ വന്നു കഴിയുമ്പോൾ 1 ഉം 3 കൂടെ വന്നു കഴിയുമ്പോൾ 1 3 കൂടെ വന്നു കഴിയുമ്പോൾ 7 എന്ന് പറയുന്ന പ്രോഫിറ്റ് 7 എന്ന് പറയുന്ന പ്രോഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ 2ഉം 4 ഇത് നോക്കുക, 2ഉം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം 4ഉം കൂടെ വന്നു കഴിയുമ്പോൾ ഇത് സെക്കൻഡ് എലമെന്റ്, ഇത് ഫോർത്ത് എലമെന്റ്. ഈ സെക്കൻഡ് എലമെന്റും ഫോർത്ത് എലമെന്റും കൂടെ വന്നു കഴിയുമ്പോൾ എഗെയിൻ നമുക്ക് 5 കിട്ടും. സെക്കൻഡ് എലമെന്റും ഫോർത്ത് എലമെന്റും കൂടെ വന്നു കഴിയുമ്പോൾ പിന്നെയും നമുക്ക് എന്ത് കിട്ടും? ആ സെക്കൻഡ് എലമെന്റ് അവിടെയും നമുക്ക് 5 കിട്ടും. പക്ഷെ അവിടെ കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ 3 സെക്കൻഡ് എലമെന്റും ഫോർത്ത് എലമെന്റും 1ഉം 2ഉം കൂടെ 3 ആയിരിക്കും അവിടെ കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ ഏത് സെലക്ട് ചെയ്യും? 1 4 എന്ന് പറയുന്നത് സെലക്ട് ചെയ്യും. 2 1 അതായത് 1ഉം 3 എന്നുള്ള സെറ്റ്, 1 ഫസ്റ്റ് 1 തേർഡ് 1 പ്രോഫിറ്റ് 7 കിട്ടും. സെക്കൻഡ് 1 ഫോർത്ത് 1 പ്രോഫിറ്റ് 3 കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏത് സെലക്ട് ചെയ്യും? 1ഉം 4ഉം വരുന്ന സെറ്റ് സെലക്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇത്രേ ഗ്രീഡി അൽഗോരിതം എന്ന് പറയാനുണ്ട്. ഇതാണ് ഗ്രീഡി അൽഗോരിതം. അതായത് ഒരു വലിയ സെറ്റ് ഇങ്ങോട്ട് തന്നിട്ട് നമ്മളോട് ഒരു കൺസ്ട്രെയിന്റ് തരും. ആ കൺസ്ട്രെയിന്റിനകത്ത് നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യും. അപ്പൊ ഈ കൺസ്ട്രെയിന്റ് നമ്മുടെ ഈ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 2 4 3 എന്നും 5 1 2 2 എന്നും രണ്ട് സെറ്റ് തന്നു. 1 2 4 3 വെയിറ്റ്, 5 1 2 2 പ്രോഫിറ്റ്. 1 2 4 3 വെയിറ്റ്, 1 5 1 2 2 പ്രോഫിറ്റ്. എന്നിട്ട് നമ്മളോട് പറയാണ് മാക്സിമം വെയിറ്റ് 5 ആകാവുള്ളൂ. അപ്പം 1 2 4 3 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റും തേർഡ് എലമെന്റും കൂടെ ചേരുമ്പോൾ വെയിറ്റ് 5. അതുപോലെ തന്നെ സെക്കൻഡ് എലമെന്റും ഫോർത്ത് എലമെന്റും കൂടെ ചേരുമ്പോഴും വെയിറ്റ് 5. പക്ഷേ എങ്കിൽ ഫസ്റ്റ് എലമെന്റും തേർഡ് എലമെന്റും കൂടെ ചേരുമ്പോൾ പ്രോഫിറ്റ് 7. സെക്കൻഡ് എലമെന്റും ഫോർത്ത് എലമെന്റും കൂടെ ചേരുമ്പോൾ പ്രോഫിറ്റ് 3 കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ 1ഉം 4ഉം സെലക്ട് ചെയ്യും. ഇതാണ് നമ്മുടെ ഗ്രീഡി അൽഗോരിതത്തിന്. ഗ്രീഡി അൽഗോരിതത്തിന്റെ രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് സബ്സെറ്റ് പാരഡൈം എന്ന് പറയും, മറ്റേത് ഓർഡറിംഗ് പാരഡൈം എന്ന് പറയും. ഈ സബ്സെറ്റ് പാരഡൈമിലെ ഫ്രാക്ഷണൽ നാപ്സാക്ക് എന്ന് പറഞ്ഞൊരു പ്രോബ്ലമാണ് നിങ്ങൾക്കുള്ളത്. ഓർഡറിംഗ് പാരഡൈം നിങ്ങൾ കാണിക്കുന്നില്ല. ഈ ക്രസ്കൽ അൽഗോരിതം, അതുപോലെ തന്നെ പ്രിൻസ് അൽഗോരിതം, ഇങ്ങനെ കുറെ അൽഗോരിതംസ് ഉണ്ടല്ലോ. ഈ അൽഗോരിതംസ് എല്ലാം മറ്റേ ഓർഡറിംഗ് അൽഗോരിതം ആയിട്ട് വരും. അപ്പം ഇതാണ് ഗ്രീഡി മെത്തേഡിന്റെ കോർ ആയിട്ടുള്ള കാര്യം ഇതാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് ഫുള്ളായിട്ട് എലമെന്റിനെ എടുക്കാൻ പറ്റും. ഇനി ചില സമയത്ത് ഫ്രാക്ഷൻസ് എടുക്കേണ്ടി വരും. ഇപ്പൊ ഇവിടെ ചിലപ്പോൾ നമുക്ക് ഫ്രാക്ഷൻസ് അലൗഡ് ആണ്. ഈ കേസിൽ ഫ്രാക്ഷൻസ് അലൗഡ് അല്ല, ഫുൾ എടുക്കണം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്യും. മനസ്സിലായി? either you can select one or reject it. No fraction is allowed. ഇതാണ് ആദ്യത്തെ. ഇനി അതല്ലാതെ ഫ്രാക്ഷൻ അലൗ ചെയ്യുന്നതാണ് രണ്ടാമത്. അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ കൂടുതലായിട്ട് നിങ്ങളുടെ ബുക്കിൽ കാണിക്കുന്ന എക്സാമ്പിളും എല്ലാം ഫ്രാക്ഷൻ അലൗ ചെയ്യുന്നു. ഫ്രാക്ഷൻ അലൗ ചെയ്യാത്തതാണ് ഞാനിപ്പോഴീ പറഞ്ഞ ഗ്രീഡി അൽഗോരിതം. അപ്പം ഇനി ഈ ഗ്രീഡി അൽഗോരിതത്തിന്റെ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ഒക്കെ നോക്കാം. ഈ ഗ്രീഡി അൽഗോരിതത്തിന്റെ അപ്പൊ ഫ്രാക്ഷൻ അലൗ ചെയ്യുന്നുണ്ട്. സബ്സെറ്റ് പാരഡൈം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സെറ്റ് അതിനകത്ത് 1 2 4 3 എന്ന് പറഞ്ഞ 4 എലമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടിയത് 1ഉം 3ഉം. അത് 1 2 4 3യുടെ ഒരു സബ്സെറ്റ് 1 3. അപ്പൊ അതാണ് സബ്സെറ്റ് പാരഡൈം ഉദ്ദേശിക്കുന്നത്. ഇതല്ലാതെ ഓർഡറിംഗ് പാരഡൈം ഉണ്ട്. ഒരു പെർട്ടിക്കുലർ എലമെന്റ്സ് ഇങ്ങനെ തന്നാൽ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അതിനെ കൊണ്ടുവരണം. മിക്കവാറും 3യുടെ കാര്യത്തിലൊക്കെയാണ് ഇത് വരുന്നത്. അത് ഏതായാലും നിങ്ങൾക്കില്ല. സബ്സെറ്റ് പാരഡൈമിൽ വരുന്നതാണ് ഈ പറയുന്ന പ്രോബ്ലം. പിന്നെ ഇതിനകത്ത് വരുന്ന വേറൊരെണ്ണമാണ് ഈ രണ്ട് ഇതും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്ന് പിന്നെ ഡെഡ് ലൈൻ പറഞ്ഞിട്ട് ഈ ഇതുകളെ നിങ്ങളുടെ ടാസ്കുകളെ ഓർഡർ ചെയ്യുന്ന കാര്യമാണ്. ഡെഡ് ലൈൻ പറഞ്ഞ ടാസ്കുകളെ ഓർഡർ ചെയ്യുന്നതാണ് വേറെ. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഹഫ്മാൻ കോഡിംഗ് എന്ന് പറയും. ഹഫ്മാൻ കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സിനെ നമ്മൾ സെൻഡ് ചെയ്യുന്നു, അതിന്റെ നമ്പർ ഓഫ് ബൈറ്റ്സ് ഉണ്ട്, അത് കുറച്ച് നോക്കുന്നു, കുറച്ചിട്ട് നമ്മൾ അത് സെൻഡ് ചെയ്യുന്നു.
പിന്നെ അത് കഴിഞ്ഞ് ഒരു ഹഫ്മാൻ ട്രീ എന്ന് പറഞ്ഞ ഒരെണ്ണം വരച്ചിട്ട് ആ ട്രീയിൽ നിന്ന് നമ്മൾ അതിന്റെ പിന്നെ നമ്പർ ഓഫ് ബൈസിനെ കണ്ടെത്തുന്നു, എന്നിട്ട് സെൻഡ് ചെയ്യും. അപ്പൊ ഇതില് നമ്പർ ഓഫ് ബൈസ് കുറയ്ക്കുന്നതിനേക്കാളും എഫിഷ്യന്റ് ആയിരിക്കും ഹഫ്മാൻ ട്രീ വെച്ച് നമ്മൾ ഇത് എടുക്കും. നമുക്ക് ഏതായാലും ഇത് എല്ലാം കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. ഇതാണ് ഗ്രീഡി മെത്തേഡിന്റെ ഐഡിയാസ് ആണ് ആദ്യം പറയുന്നത്. ഈ ഐഡിയാസ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ഐഡിയാസ് ഒന്നാമത് പറയാണ്, looks for best solution at a time. It selects best solution from feasible solutions. Optimization problem is one which look for best solution from all possible solutions. Feasible solutions are solutions which satisfy constraints. Best among feasible solution is optimal solution. Consider a journey that may take time less than 12 hours. If train and airplane take this time, both are feasible. If cost of train travel less than that of airplane, then train travel is optimal solution. അതായത് പറഞ്ഞതിന്റെ ഇത് ഇതാണ്. ഇപ്പൊ നമുക്കൊരു സെറ്റ് ഉണ്ട്, നമ്മൾ മുമ്പത്തെ തന്നെ ഓർക്കാം. വണ്ണും ഫസ്റ്റ് എലമെന്റും ഫോർത്ത് എലമെന്റും അതിനെ സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ സെക്കൻഡ് എലമെന്റും തേർഡ് എലമെന്റിനും അതിനെ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെങ്കിൽ പ്രോഫിറ്റ് ഫസ്റ്റ് എലമെന്റും ഫോർത്ത് എലമെന്റും കൂടുതൽ തന്നതുകൊണ്ട് വി ഹാവ് സെലക്ടഡ് ദാറ്റ് വൺ. ആ കൺസ്ട്രെയിന്റിന് ഇവിടെ ഇപ്പൊ പറയുന്ന എക്സാമ്പിളും അതാണ്. 12 അവേഴ്സിനുള്ളിലായിട്ട് നിങ്ങൾക്ക് ഒരിടത്തുനിന്ന് വേറെടുത്തേക്ക് യാത്ര ചെയ്യും. ട്രെയിനും ഉണ്ട്, എയർപ്ലെയിനും. അപ്പം ഇതിൽ ഏത് വേണം? അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പറയുന്നു ലെസ് കോസ്റ്റ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ട്രെയിൻ സെലക്ട്. അതായത് 12 അവേഴ്സിനുള്ളിൽ പോവുക എന്നുള്ള ഈ രണ്ടെണ്ണവും, ട്രെയിനും എയർപ്ലെയിനും, രണ്ടും ഫീസിബിൾ സൊല്യൂഷൻ. പക്ഷേങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വന്നതുകൊണ്ട് കോസ്റ്റ് ലെസ് ആയിട്ടുള്ള ട്രെയിനിനെ നമ്മൾ സെലക്ട് ചെയ്യും. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരുപാട് എലമെന്റ്സ് ഒരുപാട് സെറ്റുകൾ ഫീസിബിൾ ആയിട്ട് വരും, അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യും. അതായത് ഒരു സബ്സെറ്റ് സെലക്ട് ചെയ്യും. Generally, an optimal problem is a set A with n inputs. We have to find a subset which satisfies constraints. These subsets are feasible solution from that one which അതാണ് പറഞ്ഞത്. ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരുപാട് സബ്സെറ്റ് കാണും വിച്ച് സാറ്റിസ്ഫൈസ് കൺസ്ട്രെയിൻസ്. ഈ സബ്സെറ്റ്സ് ആർ ഫീസിബിൾ സൊല്യൂഷൻ. എക്സാമ്പിൾ ഇത് തന്നെ. 1ഉം 4ഉം വരുന്ന ഒരു സബ്സെറ്റും 2ഉം 3ഉം വരുന്ന ഒരു സബ്സെറ്റും. From that solution, one which maximizes or minimizes, അത് ക്വസ്റ്റ്യൻ പോലെ ഇരിക്കും. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മളെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞത് മാക്സിമൈസ് ചെയ്യാം, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം. വെയിറ്റ് 5 ആക്കി നിർത്തിക്കൊണ്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ അതാണ് ഈ പറഞ്ഞ പോയിന്റ്. Greedy method consider each input and decide whether inclusion of that input may result in an optimal solution. If so, it is added to partial solution. If not, it is rejected. അതായത് ഓരോ എലമെന്റും എടുത്തുകൊണ്ട് വരുമ്പോൾ ആൽഗോരിതം നോക്കും ഈ എലമെന്റ് നമ്മുടെ ഫീസിബിൾ സൊല്യൂഷൻ അല്ലെ ഓപ്റ്റിമൽ സൊല്യൂഷനെ ഹെൽപ്പ് ചെയ്യും. അതാണ് അവിടുത്തെ ആൽഗോരിതത്തിന്റെ വർക്ക്. ഹെൽപ്പ് ചെയ്യുമെങ്കിൽ ഈ അൽഗോരിതം ഈ എലമെന്റിനെ ഇങ്ങോട്ട് ആഡ് ചെയ്യും, അതർവൈസ് റിജക്ട് ചെയ്യും. എക്സ് എ എന്ന് പറയുന്ന ഒരിടത്തിൽ നിന്ന് കുറെ എലമെന്റ്സ് ഉണ്ട് എക്സ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് എക്സിനെ എടുക്കുകയാണ്. ഈ എക്സ് വിൽ ബി ഇൻ എ സൊല്യൂഷൻ സെറ്റ്, then add it, else reject. Terminate if A is exhausted or solution set filled up with the whichever is earlier. അതായത് നമ്മളെ സംബന്ധിച്ച് ഇവിടെ പറയേണ്ട എക്സ് എന്ന് പറയുന്നത് ഈ 1, 2, 4, 3 ആണ്. നമ്മൾ എടുക്കുന്നു 1ഉം 4ഉം എടുക്കുന്നു. 1 എടുക്കുന്നു, ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യം എടുക്കുന്നു, ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നു,
വെയിറ്റ് അതുപോലെ തന്നെ ഇതെടുക്കുന്നു. അപ്പൊ 5 എന്ന് കിട്ടും. പിന്നെ 2ഉം 3യും എടുക്കും, 5 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ പ്രോഫിറ്റ് സെലക്ട് ചെയ്യും. അതായത് 5 വെയിറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് എലമെന്റും തേർഡ് എലമെന്റും എടുത്തു കഴിഞ്ഞപ്പോൾ 5 കിട്ടി. അതുപോലെ തന്നെ പിന്നെ സെക്കൻഡ് എലമെന്റും ഫോർത്ത് എലമെന്റും എടുത്തപ്പോഴും 5 കിട്ടി. അതാണ് ഇതിനകത്ത് പറയുന്ന ഫീസിബിൾ. ഈ രണ്ടെണ്ണം കിട്ടിയിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ടുള്ള മാക്സിമൈസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് യു ഹാവ് സെലക്ടഡ് ഈ എന്താ പറയട്ടെ 1ഉം 3യും ഉള്ളത് സെലക്ട് ചെയ്തു. 1, 5, 3, 2, 7 രണ്ടിന്റെയും വെയിറ്റ് 5 തന്നെയാണ്. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. സെറ്റ് ഓഫ് ടാസ്ക് വിത്ത് വേരിയിങ് ടൈംസ്. അപ്പൊ വേരിയിങ് ടൈംസിലുള്ള സെറ്റ് ഓഫ് ടാസ്ക് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു മിനിമം ടൈം ഉണ്ടെങ്കിൽ, അപ്പം സെറ്റ് ഓഫ് ടാസ്ക് ഉണ്ടെങ്കിൽ വേരിയിങ് ടൈംസ് ആണ്. നമ്മൾ അതിൽ നിന്ന് ഒരു മിനിമം ടൈം ഉള്ളതിനെ എടുക്കണമെന്ന് വെച്ചാൽ ആ മിനിമം ടൈംസിനെ ഓരോന്നായിട്ട് എടുക്കുന്നു. ഏറ്റവും മിനിമം ആയിട്ടുള്ളതിനെ ഫസ്റ്റ് എടുക്കുന്നു, പിന്നുള്ളതിനെ അത് അടുത്ത് എടുക്കുന്നു. അതിപ്പോ നിങ്ങൾക്ക് മറ്റേ ഇതിനകത്ത് വരും, ടൈം ഷെഡ്യൂളിംഗ് വരും. ഇവിടെ ഇതാണ് സെലക്ഷൻ ബേസ്ഡ് ഓൺ സെലക്ഷൻ ക്രൈറ്റീരിയ. ദിസ് റിട്ടേൺസ് എ വാല്യൂ ഫ്രം ഇൻപുട്ട് ആൻഡ് റിമൂവ് സെലക്ടഡ്. അതാണ് ചെക്ക് ഫീസിബിലിറ്റി സൊല്യൂഷൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് വണ്ണിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു അല്ലെ? എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യും, സെറ്റിൽ നിന്ന് റിമൂവ് ചെയ്യും. ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ്, ഫോർത്ത് എലമെന്റ് എന്നും പറഞ്ഞായിരിക്കും സെറ്റിൽ കിടക്കുന്നത്. ഫസ്റ്റിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡും ഫോർത്തും തേർഡുമേ ഉള്ളൂ. ഇനി അതല്ല നമ്മൾ ഫോർത്തിനെയാണ് എടുത്തതെങ്കിൽ പിന്നെ സെറ്റിൽ ഇതിനകത്ത് പറയുന്ന എ എന്ന് പറയുന്ന സെറ്റിനകത്ത് പിന്നെ ബാക്കിയുള്ള എലമെന്റ്സേ ഉള്ളൂ. അതാണ് സെലക്ഷൻ ബേസ്ഡ് റിട്ടേൺസ് എ വാല്യൂ ഫ്രം റിമൂവ് സെലക്ടഡ് വാല്യൂ ഫ്രം ഇൻപുട്ട്. ഇൻപുട്ടിൽ നിന്ന് ആ സെലക്ടഡ് വാല്യൂവിനെ ചെയ്തിട്ട് സൊല്യൂഷൻ സെറ്റിലേക്ക് കൂട്ടും. ഇനി അതല്ല ആ എലമെന്റ് നമ്മുടെ പിന്നെ ഓപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണെങ്കിൽ അത് അങ്ങനെ തന്നെ നമ്മൾ റിജക്ട് ചെയ്ത് കളയും. ഇതാണ് ഗ്രീഡി അൽഗോരിതം. ആദ്യം എസ് എന്ന് പറയുന്ന സൊല്യൂഷൻ സെറ്റിൽ ഒന്നുമില്ല. അത് കഴിഞ്ഞ് എ എന്ന് പറയുന്നിടത്തുനിന്ന് എക്സിനെ, ഇതാണ് ഇൻപുട്ട് സെറ്റ്, അതിൽ നിന്ന് എക്സിനെ നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് അപ്പം എക്സിനെ സെലക്ട് ചെയ്തപ്പോൾ ഈ എയിൽ നിന്ന് ആ എക്സിനെ എടുത്തു കളയും. അതാ ഞാൻ പറഞ്ഞു, ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യുമ്പോൾ എവിടെ നിന്നാണോ സെലക്ട് ചെയ്യുന്നത്, യു റിമൂവ് ദാറ്റ് എലമെന്റ് ഫ്രം ദാറ്റ് സെറ്റ്. എന്നിട്ട് ഈ എക്സ് ഇത് ഫീസിബിളിലേക്ക് പോകുമെന്ന് നോക്കുമെങ്കിൽ എസിലോട്ട് ആഡ് ചെയ്യും. ഇത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും എക്സ് തീരുന്നു, എയിൽ നിന്നുള്ള എലമെന്റ്സ് എല്ലാം എടുത്തു കഴിഞ്ഞ് എയിൽ നിന്നുള്ള എലമെന്റ്സ് ഒന്നും ബാക്കിയില്ല എന്ന് വരുന്നിടം വരെ മുമ്പോട്ട് പോകും. എന്നിട്ടും സൊല്യൂഷൻ അപ്പൊ കിട്ടുകയാണെങ്കിൽ അത് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ അത് ഇത് ചെയ്യും. ഇത് കണ്ടോ, ഇത് കുറെ ജോബ്സ് ആണ്. അതായത് J1, J2, J3, J4, J5 എന്ന് പറഞ്ഞ കുറെ ജോബ്സും ടൈം ഇതുണ്ട് 3, 7, 1, 2, 8 എന്ന് പറഞ്ഞ കുറെ ടൈമും കൊടുത്തിരിക്കുക. അപ്പൊ ഇവിടെ മിനിമം ടൈം ഉള്ളത് വേണം. മിനിമം ടൈം ഉള്ളത് വേണമെങ്കിൽ ഫസ്റ്റ് ഇതിലെ ഏറ്റവും മിനിമം ആയിട്ടുള്ള J3 T6 ആകാവൂ, ടൈം 6 ആകാവുള്ളൂ. അപ്പൊ ഏറ്റവും മിനിമം ആയിട്ടുള്ള 1 എടുക്കും. പിന്നെ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഇത് 2 എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അപ്പം 2 എടുത്തു. അപ്പം J3 എടുത്തു, J4 എടുത്തു, പിന്നെ J1 എടുത്തു. ഏറ്റവും കുറവുള്ള ആദ്യം, ഏറ്റവും മിനിമം ടൈം ഉള്ളത് സെലക്ടഡ് ഫസ്റ്റ് 1 എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് മിനിമം ഉള്ളത് എടുത്തു, J4 എടുത്തു, 1, 2. പിന്നെ അതിലും മിനിമം ഉള്ളത്, അപ്പം J3, J4, J1. ഇതിന്റെ ആ സ്റ്റെപ്സ് ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഏതായാലും അതിന്റെ സൊല്യൂഷന്റെ ഇങ്ങനെ വരും, J3, J4, J1. ഞാൻ ഒന്നുകൂടെ പറയാം. അതിന്റെ സ്റ്റെപ്സ് പിന്നെ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ബുക്കിലും ഉണ്ട്. ടോട്ടൽ ടൈം 6 ആകാവൂ എന്ന് പറയുന്നു. എന്നിട്ട് അപ്പൊ ഉടനെ നിങ്ങൾ ഇതിൽ ഏറ്റവും മിനിമം ഉള്ള J3 എടുക്കും, 1. പിന്നെ അതിലും മിനിമം ഉള്ള J4 എടുക്കും, 2. പിന്നെ അതിലും മിനിമം ഉള്ള J1 എടുക്കും. അതായത് J3, J4, J1, J3, J4, J1. ഇതാണ്. പിന്നെ ഈ ഓപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ ആയിട്ട് ഒരു ഓപ്റ്റിമം കാണും,
ലോക്കലായിട്ട് ഒരു ഓപ്റ്റിമം കാണും. മൊത്തത്തിൽ എൻ്റെയർ ആയിട്ട് ഒരു ഓപ്റ്റിമം കാണും, ലോക്കലായിട്ട് ഒരു ഓപ്റ്റിമം കാണും. പല പല സ്ഥലത്ത് പല പല ലൊക്കേഷനിൽ ലോക്കൽ ഓപ്റ്റിമം കാണും. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു പെർട്ടിക്കുലർ ഓപ്റ്റിമൽ സൊല്യൂഷൻ മതിയെങ്കിൽ വി ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. അങ്ങനല്ല, ഒരു എൻറ്റയർ സെറ്റിൽ ഒരു ഗ്ലോബൽ ആയിട്ട് ഒരു ഓപ്റ്റിമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ഇത് അതിന്റെ ഫോർമുലേഷൻ തന്നെയാണ്. ഫോർമുലേഷൻ അതായത് ഫ്രാക്ഷണൽ നാപ്സാക്ക് എന്ന് പറയും. ഇത് ഞാൻ പറയാം. എൻ ഒബ്ജക്റ്റ് എടുക്കുന്നു, എന്നിട്ട് നാപ്സാക്ക് ഉണ്ട്, ഒരു ബാഗ് ആണ്. അപ്പൊ അതിന്റെ നാപ്സാക്കിന്റെ സൈസ് W ആണ്. ഓരോ ഒബ്ജക്റ്റിനും വെയിറ്റ് ഉണ്ട്, W, പ്രോഫിറ്റും ഉണ്ട്. എന്നിട്ട് അതിന്റെ ഇതൊന്ന് ശ്രദ്ധിക്കാം. നമ്പർ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് N3 ആണ്. എന്നിട്ട് കപ്പാസിറ്റി ഓഫ് നാപ്സാക്ക് എന്ന് പറയുന്നത് W is equal to 20. കപ്പാസിറ്റി ഓഫ് നാപ്സാക്ക് W 20 ആണ്. P1ഉം P2ഉം P3യും പ്രോഫിറ്റ് ആണ് 25, 24, 15. W1, W2, W3 വെയിറ്റ് ആണ് 18, 15, 10. അപ്പൊ നമ്മള് ഒരു ഓർഡിനറി കേസിലാണെങ്കിൽ സപ്പോസ് വെയിറ്റ് ഈസ് ഈക്വൽ ടു 20. അപ്പൊ നമ്മൾ ആദ്യത്തെ 18 എടുക്കും. അപ്പം ഫ്രാക്ഷൻ എടുക്കാം എന്നാണ് പറയുന്നത്. ഫ്രാക്ഷൻ എടുക്കാമെങ്കിൽ ആദ്യത്തെ 18 എടുക്കും, പിന്നെ അത് കഴിഞ്ഞ് 15ൽ നിന്നുള്ള 2 എടുക്കും. മനസ്സിലായോ? ആദ്യത്തെ 18 എടുക്കും, പിന്നെ 15ൽ നിന്നുള്ള 2 എടുക്കും. 18 എടുക്കുമ്പോൾ പിന്നെ അപ്പുറത്തോട്ട് എടുക്കാൻ പറ്റുകയില്ല, കാരണം 20 മാക്സിമം ആകാൻ പാടും 20. അപ്പം 18 എടുത്തു, കറസ്പോണ്ടിങ് പ്രോഫിറ്റ് 25. അത് 18 എടുക്കാൻ കാരണം ഏറ്റവും പ്രോഫിറ്റ് ഏതാണെന്ന് നോക്കിക്കൊണ്ട് അതാണ് നമ്മൾ എടുക്കുന്നത്. 18 എടുത്തു, അതിന്റെ 25. പിന്നെ 15 മുഴുവൻ എടുക്കാൻ പറ്റിയാലും 5 എടുക്കത്തുള്ളൂ. 15ൽ നിന്ന് നമ്മൾ 5 എടുക്കും. അതായത് കാരണം അടുത്ത പ്രോഫിറ്റ് അതാണ് കൂടുതലുള്ളത്. 5/15 നമ്മൾ അവിടെ എടുക്കും. 5/15 എടുത്തു എന്ന് പറഞ്ഞാൽ 1/3 എടുക്കും. ഫലത്തില് ഇവിടെ 8, ഇവിടെ മൊത്തം എടുത്തു 18 എടുത്തു, 25 കിട്ടി. കാരണം 20 ആകാം. 20 ആകാമെങ്കിൽ ഏറ്റവും പ്രോഫിറ്റ് ഉള്ളത് ഏറ്റവും കൂടുതൽ എടുക്കാനുള്ള നമ്മൾ വേണ്ടത്. സോ വി ഹാവ് സെലക്ടഡ് 18. 25 ഉണ്ട്, 18. പിന്നെ 24 മുഴുവൻ എടുക്കാൻ പറ്റിയാൽ 5 എടുക്കാൻ പറ്റുള്ളൂ, ഫ്രാക്ഷൻ സമ്മതിക്കും. അപ്പൊ 20 എടുക്കും. അപ്പം 5 ഉള്ളെങ്കിലോ 5/15 ഇൻറ്റു 24 എന്ന് വരത്തില്ലേ? അപ്പൊ ഇത് വരുമ്പോഴത്തേന് 5/15 ഇൻറ്റു 24 എന്ന് വരുമ്പോഴത്തേന് അതിന്റെ 3/1, അതായത് 8 കിട്ടും. അപ്പൊ അതായത് അതിന്റെ ഇത് കിട്ടും. നോക്കാം, അത് പറയുന്നുണ്ട്. ഫ്രം ദ റിമൈനിങ് ഒബ്ജക്ട് സെലക്ട് ദ ഒബ്ജക്ട് വിത്ത് മാക്സിമം പ്രോഫിറ്റ്. അതാണ് നമ്മൾ ചെയ്തത്. മാക്സിമം പ്രോഫിറ്റ് ഉള്ള ആദ്യത്തേതിനെ തന്നെ എടുത്തു. എന്നിട്ട് റിമൈനിങ് അത് മൊത്തം എടുത്താൽ അത് 18 ഉണ്ടായിരുന്നു, പിന്നെ 2 ഉള്ളൂ. സെലക്ട് ദ ഒബ്ജക്ട് ദാറ്റ് ഹാസ് മിനിമം വെയിറ്റ് ആൻഡ് ഓൾസോ ഫിറ്റ് ഇൻറ്റു, ബാക്കിയുള്ളിടത്തുനിന്ന് പിന്നെ എടുക്കും. അങ്ങനെ റിമൈൻ ചെയ്തെടുക്കാം. ഈ പറഞ്ഞാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാക്സിമം പ്രോഫിറ്റ് ഉള്ളത് എടുത്തതിന്റെയാണ് ഇത് കാണിക്കുന്നത്. രണ്ടാമത്തേത് പറയുന്നത്, ആദ്യം പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ഉള്ളതിന്റെ എടുക്കുക, പിന്നെ മിനിമം വെയിറ്റ് ഉള്ളതിന്റെ എടുക്കുക, മാക്സിമം വെയിറ്റ് കിട്ടാം. പിന്നെ പറയുകയാണ് ഒരു PW എന്ന് പറഞ്ഞോളാം. P/W, പ്രോഫിറ്റ് ബൈ W. മനസ്സിലായേ? പ്രോഫിറ്റ് ബൈ P/W എന്ന് പറഞ്ഞൊരു ഇത് യൂസ് ചെയ്യാം. ശ്രദ്ധിക്കാം. അപ്പം ഓരോന്നിന്റെയും നമ്മൾ വെയിറ്റും പ്രോഫിറ്റും നോക്കുകയാണ്. P1/W1, അതുപോലെ തന്നെ P2/W2, P3/W3. P1 എന്ന് പറയുന്നത് ഏതാണ്? 25. W1 എന്ന് പറയുന്നത് 80. അപ്പൊ P1/W1 25/80 എന്ന് പറയുമ്പോഴത്തേന് P1 എന്ന് പറയുന്നത് 25, W1 എന്ന് പറയുന്നത് 80. 25/80, that is 1.3. ഫസ്റ്റ്.
പിന്നെ P2 by W2 24/15 ഇങ്ങനെ 24 by 15 എന്ന് പറയുമ്പോൾ 15 into 1.5 6 അതെ 24 1.6 1.6. അടുത്തത് അടുത്തത് 15 P3 W3 10 P3 by W3 1.5 P3 by W. ഇത് നമ്മൾ ഇവിടെ എഴുതുന്നു. അപ്പോൾ P1 ഇതാണ്, P2 ഇതാണ്, P1 by W1 ഇതാണ്, P2 by W2 ഇതാണ്, P3 by W3 ഇതാണ്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ അപ്രോച്ച് അനുസരിച്ച് ഏറ്റവും പ്രോഫിറ്റ് ഉള്ള ഇത് ഈ 3 അപ്രോച്ച് കൊണ്ടും നമ്മൾ ഈ വാല്യൂസ് കാണും. എന്നിട്ട് ആദ്യം നമ്മൾ നോക്കുന്നു മാക്സിമം പ്രോഫിറ്റ് ദാറ്റ് ഫിറ്റ് ഇൻ ടു ദ നാപ്സാക്ക്. മാക്സിമം പ്രോഫിറ്റ് അവിടെ P1 by W ഒന്നുമല്ല, മാക്സിമം പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 24 ആണ് മാക്സിമം പ്രോഫിറ്റ്. അതിനകത്ത് ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ 25 ആണ്. അപ്പൊ P1 ആദ്യം എടുക്കും, P1 ആദ്യം എടുക്കും, ഫസ്റ്റ് എലമെന്റ് എടുക്കും. പിന്നെ അടുത്താണ് ഫുൾ എടുക്കത്തില്ലാത്തതുകൊണ്ട് 2 എടുത്തു ഔട്ട് ഓഫ് 15. അത് രണ്ടും എടുത്തു. 18 ഉണ്ട് ആദ്യം, ഫുൾ എടുത്തു, മറ്റേതിൽ നിന്ന് 2 ഉണ്ട്, രണ്ടും കൂടെ എടുത്തു, ഇതായി. പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഫിറ്റ്. അപ്പൊ ആദ്യത്തേതിന്റെ ഫുൾ പ്രോഫിറ്റും കിട്ടി, മറ്റേതിന്റെ 2/15 കിട്ടി. അതായത് ഇതിന്റെ 2/15 കിട്ടി, 48/15 എന്ന് വരും. ആ വാല്യൂം കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 28.2 എന്ന് പറഞ്ഞ ഒരു ഫ്രാക്ഷൻ ആയിട്ട്. ഫസ്റ്റ് അതായത് ഫസ്റ്റിന്റെ 25 പ്രോഫിറ്റ് ഉണ്ട്, അടുത്തതിന്റെ 24 into 5/15 അല്ലെ, 24 into പിന്നെ എന്താ പറയണ്ടേ 2/15, 24 into 2/15 അത് നമുക്കിവിടെ കിട്ടും. ഇങ്ങനെ ആ ഫ്രാക്ഷൻ്റെ എത്തും. പിന്നെ നമ്മൾ മിനിമം വെയിറ്റ് ഉള്ളതിൽ സ്റ്റാർട്ട് ചെയ്യും. മിനിമം വെയിറ്റ് ഇവിടെ മിനിമം വെയിറ്റ് ഉള്ളതെന്ന് പറയുന്നത് ഏതാണ്? P3 ആണ്. പിന്നെ വെയിറ്റ് ഉള്ളത് P2 ആണ്. പിന്നെ വെയിറ്റ് ഉള്ളത് മിനിമം വെയിറ്റ് ഉള്ളത് P3 തേർഡ് എലമെന്റ് ആണ്. പിന്നെ വെയിറ്റ് ഉള്ളത് സെക്കൻഡ് ആണ്. പിന്നെ വെയിറ്റ് ഉള്ളത് ഫസ്റ്റ് ആണ്. ഉടനെ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ കൺസിഡർ ചെയ്തത് ഈ 10 ആണ്. പിന്നെ ഈ 15 നിന്ന് 10 എടുത്തു, അപ്പൊ 20 ആയി. അതായത് ഏറ്റവും മിനിമം വെയിറ്റ് 10 ആണ്, അതെടുത്തു. പിന്നെ 10 എടുക്കത്തില്ല, 15 നിന്ന് 10 എടുത്തു, W2. അത് കഴിഞ്ഞ് W1. അപ്പം ഇവിടെ നമ്മൾ ആ വാല്യൂസ് കൊടുത്തു. അപ്പം ഫസ്റ്റ് എടുത്തിട്ടേ ഇല്ല, കാരണം അതിനാണ് എനിക്ക് ഏറ്റവും ഫസ്റ്റ് 1 എടുത്തിട്ടേ ഇല്ല, ഏറ്റവും വെയിറ്റ് കൂടുതലാണ്. ഏറ്റവും വെയിറ്റ് കുറഞ്ഞ 10 എടുത്തു. പിന്നെ അതിന്റെ പുറകെ നിൽക്കുന്ന 15 നിന്ന് 5 എടുത്തു, അതോടെ ഇത് 10 എടുത്തു, 10 വെയിറ്റ് എടുത്തു, ഇവിടുന്ന് 10 വെയിറ്റ് എടുത്തു, 15 10 എടുത്തു. പിന്നെ ഇവിടുന്ന് ഒന്നും എടുത്തിട്ടില്ല. അത് വന്നു കഴിഞ്ഞപ്പം അതിന്റെ ഒരു വെയിറ്റ് ഇവിടെ. അപ്പൊ ഇങ്ങനെ 2 എണ്ണം കിട്ടും. ഈ 2 എണ്ണം ആദ്യത്തേതിനേക്കാളും ഓപ്റ്റിമൈസ് ചെയ്ത് വന്നിരിക്കുന്ന രണ്ടാമത്തെയാണ് പ്രോഫിറ്റ് 31. ഇനിയാണ് നമ്മൾ ചെയ്യുന്നത് P1 by W1, P2 by W2, P3 by W3. ഇത് 3 എണ്ണം എടുത്തിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? സംശയിക്കാനില്ല, P2 by W2 ആണ് അല്ലെ, 1.6. അതിന്റെ ഒരു യൂണിറ്റ് നമ്മൾ 15. ഒരു യൂണിറ്റ് നമ്മൾ ഇങ്ങനെ എടുക്കും. രണ്ടാമത്തത് 15. പിന്നെ അടുത്തത്
പിന്നെ വരുന്നത് തേർഡ് എലമെന്റ്. തേർഡ് എലമെന്റിൽ നിന്ന് മുഴുവൻ എടുക്കത്തില്ല, 5 എടുത്തു. അപ്പം ഫസ്റ്റിന്റെ 0 എടുത്തു, അടുത്തതിന്റെ 15 എടുത്തു, പിന്നത്തതിന്റെ 5 എടുത്തു. എന്നിട്ട് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 15 എടുത്തു. 15 എടുത്തു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് 24 എടുത്തു. പിന്നെ 10ൽ നിന്ന് 5 എടുത്തു അല്ലെ, 10ൽ നിന്ന് 5 എടുത്തപ്പോ 15ന്റെ ഏതാണ്ട് 7.5, 15ന്റെ 7.5 കിട്ടും. ആ 24 പ്ലസ് 7.5 നമുക്ക് 31.5 ആയിട്ട് കിട്ടും. അപ്പൊ ഇതില് നമ്മൾ എപ്പോഴും നോക്കുന്നത് P1/W1, P2/W2, P3/W3 എന്ന് പറയുന്ന ഈ ഒരു ഇത് വെച്ചാണ്. ഇതിന്റെ കോംപ്ലക്സിറ്റി big O n log n ആയി. big O n log n. ഇതിന്റെ നോക്കാം. ഇനി ഇതുപോലെ തന്നെ വേറെ എണ്ണമാണ് ഒബ്ജക്റ്റ്. കുറെ എണ്ണം പറഞ്ഞു, വെയിറ്റും പറഞ്ഞു, പ്രോഫിറ്റും പറഞ്ഞു. എന്നിട്ട് വെയിറ്റ് കൺസ്ട്രെയിന്റ് 5 എന്ന് പറഞ്ഞു. ഒബ്ജക്റ്റ് പറഞ്ഞു, വെയിറ്റ് പറഞ്ഞു, പ്രോഫിറ്റ് കൂടുതൽ കിട്ടണം എന്ന് തന്നെ അർത്ഥം. അപ്പം വെയിറ്റ് കൺസ്ട്രെയിന്റ് 5 ആണ്. അപ്പൊ ഏറ്റവും പ്രോഫിറ്റ് ഉള്ള നോക്കാം. ഇതിപ്പോ ഇതിന് വെയിറ്റ് എന്ന് പറയുന്നത് 5 എടുക്കണമെങ്കിൽ വെയിറ്റ് ഒബ്ജക്റ്റ് 5 ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രോഫിറ്റ് ഉള്ളത് 6 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആ ഒബ്ജക്റ്റ് ഫുള്ള് എടുക്കും. അപ്പൊ ടോട്ടൽ വെയിറ്റ് 5 ആകാവുള്ളൂ. ഇവിടെ ഈ വെയിറ്റ് 1 ഉള്ളൂ. അത് നമ്മൾ എടുക്കും. ഇനി അപ്പൊ 4 കൂടെ എടുക്കാം, 6 എടുക്കും. ഇനി അടുത്ത വെയിറ്റ് 5 ആണ് അല്ലെ. അപ്പൊ ഒബ്ജക്റ്റ് 5 എടുത്തു, അടുത്ത വെയിറ്റ് 5 ആണ്, അതും ഫുള്ളിങ്. മനസ്സിലായേ? അപ്പം ഇത് 6 എടുത്തു, ഇത് 5 എടുത്തു, ഇത് 1 എടുത്തു, ഇത് 2 എടുത്തു. ഇപ്പം വെയിറ്റ് 3 ആയി. ഒബ്ജക്റ്റ് 5ഉം ഒബ്ജക്റ്റ് 1ഉം എടുത്തു. അത് രണ്ടും എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് തന്നെ നമ്മുടെ പ്രോഫിറ്റ് എന്തായി? ഇപ്പൊ ഏതാണ്ട് 16 ആയിട്ടുണ്ട്. അപ്പൊ 15. അപ്പം ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേന് ഇത് 1 എടുത്തു, ഇത് 2 എടുത്തു, 6ഉം 5ഉം. ഇനി 3 പാടുള്ളൂ, കാരണം 5 ഇതുള്ളൂ. ഇവിടെ വരുമ്പോഴത്തേന് നോക്കുക, ഇതിന്റെ വെയിറ്റ് 1 എടുത്തു, ഇതിന്റെ 2 എടുത്തു, 3. ഇനി 2 എടുക്കാം. 2 എടുക്കാവുന്ന അടുത്ത പ്രോഫിറ്റ് ഉള്ളതായിരിക്കും. അത് ഇതാണല്ലോ, അതിന്റെ 2, 4ൽ നിന്ന് അതിന്റെ 2 എടുക്കും. അപ്പൊ 4.5ന്റെ പകുതി അവിടെ. അപ്പം ഇവിടെ പ്രോഫിറ്റിന്റെ പകുതി എടുക്കാം, 18ന്റെ പകുതി 9. ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് ഇതിലെ ഏറ്റവും പ്രോഫിറ്റ് ഉള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഏറ്റവും പ്രോഫിറ്റ് ഉള്ളതെന്ന് പറയുന്നത് ദിസ് വൺ. അതിന്റെ വെയിറ്റ് 1 ആണ്. അത് ഫുള്ളിങ്ങനെ എടുക്കാം, 5 വരെ എടുക്കാം. അത് ഫുള്ളിങ്ങനെ 6. പിന്നെ അത് കഴിഞ്ഞുള്ള പ്രോഫിറ്റ് ഏതാ? 5 ആണ്. അതിന്റെ വെയിറ്റും പ്രശ്നമില്ല, 2 ആണ്. അത് ഫുള്ളിങ് 3 ആയി. ഇനി അടുത്ത വെയിറ്റ് ഉള്ളത് ഏതാ? പ്രോഫിറ്റ് ഉള്ളത് ഏതാ? ഇതാണ്. അതിനകത്തുനിന്ന് അതിന്റെ വെയിറ്റ് 4 ആണ്. പക്ഷെ നമുക്ക് ഇത് എടുക്കത്തുള്ളൂ, പകുതി എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ 5 ആണ്. നേരെ പകുതി എടുത്തു. പ്രോഫിറ്റിന്റെ 18 ആണ്. അതിന്റെ പകുതി 9ഉം കൂടെ വന്ന് ഇത് 25 ആയി. ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. സ്ലൈഡ് നമ്മൾ നോക്കണം. ഇതുപോലെ തന്നെയാണ് ടാസ്ക് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ടാസ്ക് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം T1, T2, T3, T4, T5 ശ്രദ്ധിക്കാം. T1, T2, T3, T4, T5 ഇത്രയും ടാസ്കുകൾ. ഇതുകളുടെയൊക്കെ പ്രോഫിറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് ഡെഡ് ലൈൻ ആണ്. ഓരോന്നിനും ഓരോ യൂണിറ്റ് ആണ് ഉള്ളത്. മാക്സിമം 3 യൂണിറ്റിനകം ഇത് തീരാം. അതായത് ഓരോന്നിനും ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. T1ന്റെ ഡെഡ് ലൈൻ 2 ആണ്, T2ന്റെ ഡെഡ് ലൈൻ 2 ആണ്, T3യുടെ ഏറ്റവും കൂടിയ ഡെഡ് ലൈൻ. അതായത് ആദ്യത്തെ 3 യൂണിറ്റ് ടൈമിനകം കൊണ്ട് തീർത്താൽ മതി. ഏറ്റവും മാക്സിമം ഡെഡ് ലൈൻ 3. അപ്പൊ 3 യൂണിറ്റ് കൊണ്ട് തീർത്തിരിക്കണം. ഓരോന്നിനും ഓരോ യൂണിറ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യും? ഏറ്റവും ആദ്യം ഇപ്പൊ 3 യൂണിറ്റ് എന്ന് വെച്ചാൽ 3 സെക്കൻഡ്, ഓരോന്നിനും ഓരോ യൂണിറ്റ് ആണല്ലോ. അപ്പൊ 0 to 1, 1 to 2, 2 to 3, ഇങ്ങനെ 3 യൂണിറ്റ് ആയിട്ട് നമ്മൾ തിരിച്ചു. ഈ 3 യൂണിറ്റ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അസൈൻ ചെയ്യാം.
ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്, ഏറ്റവും കൂടുതൽ എന്താ പറയണ്ടേ, ഇതിപ്പം പ്രോഫിറ്റ് നോക്കുക. പ്രോഫിറ്റ് നോക്കി കഴിയുമ്പോഴത്തേന് ഈ സാധനത്തിനാണ് ഏറ്റവും പ്രോഫിറ്റ് 22. അതിന്റെ ഡെഡ് ലൈൻ 2 ആണ്. അപ്പൊ ആ ഡെഡ് ലൈൻ 2-ന് മുമ്പായിട്ട് അത് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 1, 2 എന്ന് പറയുന്ന ഡെഡ് ലൈനകത്തേക്ക് അതിനെ നാച്ചുറൽ അല്ലേ, കാരണം ഏറ്റവും പ്രോഫിറ്റ് കിട്ടുന്നതാണ്. അതിന്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 2 ആണ്. 1, 2 എന്ന് പറഞ്ഞിടത്തോട്ട് ഇട്ടു. പിന്നെ ഉള്ളത് 18. അതിന്റെയും ഡെഡ് ലൈൻ 2 ആണ്. അപ്പൊ ഇനി 1, 2-ലേക്ക് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ 0, 1-ലേക്ക് 0, 1-ലേക്ക് കൊടുക്കും. അങ്ങനെ 0, 1-ലേക്ക് കൊടുത്ത് അതും കൊടുത്തു. അപ്പൊ 0, 1-ലേക്ക് നമ്മൾ എന്ത് കൊടുത്തു, T2 കൊടുത്തു. 1, 2-ലേക്ക് T1 കൊടുത്തു. ഇനി ഏറ്റവും പ്രോഫിറ്റ് വരുന്ന ഏതിനാ? അപ്പൊ ഇത്ര എണ്ണം കണ്ടു. ഇനി പ്രോഫിറ്റ് വരുന്നത് അടുത്ത പ്രോഫിറ്റ് ഏതാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് വരുന്നതിന് 2, 3-ലേക്ക് നമ്മൾ കൊടുക്കും. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യും. ഞാനത് ഒരു തവണയും കൂടെ ഒന്ന് പറയാം. ടു 3-ലേക്ക് നമ്മൾ ആദ്യമേ T2 കൊടുത്തു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് T4 അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയല്ല. T4 എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഡ് ലൈൻ കഴിഞ്ഞു അല്ലെ, 1. അപ്പൊ ഇനിയിപ്പം T5 കൊടുക്കുക, കാരണം ഇതിന്റെ ഡെഡ് ലൈൻ കഴിഞ്ഞു പോയി. അല്ലായിരുന്നെങ്കിൽ ഇത് എടുക്കാമായിരുന്നു. അപ്പൊ ഇതിന്റെ ഡെഡ് ലൈൻ കഴിഞ്ഞു പോയി. അപ്പൊ ഇതിന് ഇനിയിപ്പോ 2, 3-ലേക്ക് ഇത് കൊണ്ടുവരാം, T5 കൊണ്ടുവരാം. ഇത് കൊണ്ടുവരാൻ പറ്റിയല്ല, കാരണം ഡെഡ് ലൈൻ 1 ആണ്. ഇനി അടുത്താണ് ഹഫ്മാൻ കോഡിനെ പറ്റിയുള്ള. ഇപ്പം നമ്മൾ ഒരു സ്ട്രീം ഓഫ് ഡേറ്റ നമ്മൾ സെൻഡ് ചെയ്യുക, അതെങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് സെൻഡ് ചെയ്യുക, എത്ര ബിറ്റ്സ് ആയിട്ട് അല്ലെ എത്ര ഇതായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം എന്ന് പറയുന്നതാണ് ഹഫ്മാൻ കോഡ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. ആസ്കി ക്യാരക്ടർ വെച്ചിട്ട് നമ്മളിപ്പം ആർബിട്രറി ആയിട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം A 70 തവണ പോകുന്നുണ്ട്, B 2 തവണ, C 5 തവണ, D 13, E 3, F 7 അങ്ങനെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതൊക്കെ അസംഷൻസ് ആണ്. ആസ്കി വാല്യൂസ് നമ്മൾ ഇതിന് കൊടുക്കുന്നു 97, 98, 99, 100, 101, 102 എന്ന് കൊടുക്കുന്നു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി 3, 6, 7 ഇതായിട്ടുള്ള 7 ഒരു ബൈനറി കൊടുക്കുന്നു. അങ്ങനെ ഇതിനെല്ലാം ഈ വാല്യൂസ് കൊടുക്കുന്നു. അപ്പൊ ഇതിന്റെ ടോട്ടല് ഇത് 7 ഇതുണ്ട്. 7 × 70 ബിറ്റ് ഇവിടെ വരും, 7 × 2 ഇവിടെ വരും, 7 × 5, 7 × 13, പിന്നെ 7 × 3. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പറയുന്നുണ്ട് A 70 ടൈംസിലാണ്, അതുകൊണ്ട് 7 × 7. B 2 ഉള്ളൂ, സോ 7 × 2. C 5 എണ്ണം, 7 × 5. D 13 എണ്ണം, സോ 7 × 13. E 3 എണ്ണം, 7 × 3. F 7, സോ 7 × 7. ടോട്ടൽ 700 ബിറ്റ്. ഇത്രയും പോകും. അപ്പൊ നമ്മൾ നോക്കുകയാണ് വേറൊരു ഇതുകൊണ്ട്. ഇപ്പൊ 7 എണ്ണമല്ല, നമ്മളൊരു 3 ബിറ്റ് കൊണ്ട് ഇതിനെ കൊണ്ടുപോകാമെന്ന് നോക്കാം. ഒരു 3 ബിറ്റ് കൊണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു നൊട്ടേഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇതിന് ഞാനൊരു കോഡ് കൊടുത്തു, A70 എന്ന് കൊടുത്തു, 000 എന്ന് കൊടുത്തു. ഇത് നമ്മൾ ആർബിട്രറി ആയിട്ട് കൊടുക്കുന്നതാണ്. 2-ന് ഇത് കൊടുത്തു, 5-ന് ഇത് കൊടുത്തു, 13 ഇങ്ങനെ കൊടുത്തു. അപ്പൊ ഇതെല്ലാം 3 ആണ്. അപ്പൊ ഇനിയിപ്പം 3 കൊണ്ട് ചെയ്താണ് 3 × 70, 3 × 2, 3 × 5, 3 × 30 ഇങ്ങനെ കൂട്ടി വരുമ്പോൾ ഒരു 300. ഈ 300 അല്ല, ആക്ച്വലി ടേബിൾ സെൻഡ് ചെയ്യുന്നതിന് കൂടെ അഡീഷണൽ ഒരു ഓവർ ഹെഡ് വരുന്നുണ്ട്. അപ്പൊ അവിടെ നിൽക്കട്ടെ, അതിപ്പം നിങ്ങളുടെ ബുക്കിലൊന്നും പറഞ്ഞിട്ടില്ല. ഇതിൽ ആ ഓവർ ഹെഡ് എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പൊ ഇത്രയും എലമെന്റിന്റെ എല്ലാത്തിന്റെയും ഒറിജിനൽ സൈസ് ഇപ്പം ഇത് 6 എണ്ണം ഉണ്ടല്ലോ. 6 എണ്ണം വരുമ്പോഴത്തേന് 6 എണ്ണത്തിന്റെ ഒറിജിനൽ സൈസ് 7 ആയിരുന്നു ബിറ്റ്. 7 6 42. ഇപ്പൊ കൊടുത്ത 21 കൂടെ വരുമ്പോൾ ഏതാണ്ട് ഒരു 63 ബിറ്റും കൂടെ അഡീഷണൽ വരും. അപ്പൊ അറിഞ്ഞിരുന്നാൽ മതി, അതിപ്പോ ഇതിനകത്ത് നിങ്ങളുടെ ബുക്കിനകത്തൊന്നും അത് പറയുന്നില്ല. അങ്ങനെ ഒരു അഡീഷണൽ ഇതും കൂടെ അതിനകത്ത് വരും. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളൊരു ഹഫ്മാൻ ട്രീ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ വരയ്ക്കുക. അതിന്റെ ഒരു സ്റ്റൈൽ ഇതാണ്, ഇങ്ങനെ ഇരിക്കും. ആ ഹഫ്മാൻ ട്രീ നിങ്ങളുടെ വരച്ചിരിക്കുന്നത് നിങ്ങളുടെ ആ പേജിലുണ്ട്. അപ്പൊ ഇത് ഓർത്തിരിക്കുക, 72 അത് അതിനകത്ത് കാണിക്കുന്നുണ്ട്, ആ ഫിഗറിൽ കാണിക്കുന്നു.
നമുക്കിനി നിങ്ങളുടെ ആ നോട്ടിലുണ്ട് ആ ഹഫ്മാൻ ട്രീ ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞ ആ വാല്യൂസ് എല്ലാം ഉണ്ട്. ഇതിനകത്ത് ആ വാല്യൂസ് കൊടുക്കുന്നുണ്ട്. ഈ സർക്കിളിനകത്ത് വാല്യൂസ് ഉണ്ട്. ഇനി ഈ വാല്യൂസ് നോക്കി, ഇതിൽ ഏറ്റവും ചെറിയത് ബി ഈസ് ഈക്വൽ ടു 2 പിന്നെ ഇ ഈസ് ഈക്വൽ ടു 3 ഇത് രണ്ടും രണ്ട് നോഡാക്കി ഇങ്ങോട്ട് കണക്ട് ചെയ്ത് 5 ആണ്. ഈ ബി 2 ഈ 3 5 ആണ്. ഇനി അടുത്തുള്ളത് സി ആണല്ലോ. അപ്പൊ അത് വലുതോ ഈക്വലോ ആണ് റൈറ്റിലോട്ട് കൊണ്ടുപോകും, ചെറുതാണ് ലെഫ്റ്റിലോട്ട് പോകും. അപ്പൊ നമ്മള് 5 5 ഈക്വൽ ആണ് കൊടുത്തു. 5ഉം 5ഉം കൂടെ 10. പിന്നെ നിങ്ങളുടെ ആ ടേബിൾ നോക്കിയാൽ അടുത്തത് 7 ആണ്. ആ 7 എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക്. 7 ലെഫ്റ്റിലേക്ക്. ഇപ്പൊ ഈ 10ഉം 7ഉം കൂടെ 17 ആണ്. ഇനി ഈ 17 വന്നു കഴിഞ്ഞ് പിന്നെ ഡി അത് 13. അതെന്ത് ചെയ്തു? അതും കൂടെ കൂട്ടി 30 ഇനി എ ആണുള്ളത്, അത് 70 ആണ്. ആ റൈറ്റിലോട്ടായിരിക്കില്ലേ? ഇത് അതായത് ഈ ട്രീ നോക്കുക. ട്രീ നോക്കുമ്പോഴേ നോക്കാം, ബി ആണ്, ബിയും ഇയും ആണ് ഏറ്റവും ചെറുത്. ബി 2 ഇ 3. ചെറുത് ലെഫ്റ്റ്, വലുത് റൈറ്റ്. ഇങ്ങനെ കൊടുത്ത് ഇത് രണ്ടും കൂടെ 5. എന്നിട്ട് പിന്നെ സി ആണ് വരുന്നത്, അത് 5. അത് ഇങ്ങോട്ട് പോകും. ഇത് രണ്ടും കൂടെ 10. പിന്നെ എഫ് ഈസ് ഈക്വൽ ടു 7. ഇതിലും ചെറുതായത് ലെഫ്റ്റിലേക്ക് പോകും, 17 അല്ലെ. പിന്നെ ഡി 13 ലെഫ്റ്റിലോട്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് 30. പിന്നെ 70 ആണ്, അത് റൈറ്റിലേക്ക്. ഇത് 100 ആണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി ഇത് എടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പൊ ഡി ശ്രദ്ധിക്കണം. ഡി അതായത് ഇത് 1 എന്ന് കൊടുക്കുന്നു, ഇതും 1 എന്ന് കൊടുക്കുന്നു. അപ്പൊ ഡി ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി? 1 1. അതുപോലെ തന്നെ ഇത് 1, ഇത് ഇങ്ങോട്ടുള്ള ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് 0 എന്ന് കൊടുക്കും, റൈറ്റിലേക്ക് 1 എന്ന് കൊടുക്കും. ലെഫ്റ്റിലേക്ക് 0, റൈറ്റിലേക്ക് 1. ഇനി അത് നോക്കാം, അതെങ്ങനെ വരുന്നു എന്ന് നോക്കാം. കണ്ടോ? ലെഫ്റ്റിലേക്ക് 0, റൈറ്റിലേക്ക് 1 എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഏറ്റവും ഇതാണ്. അപ്പൊ 13 നമ്മൾ കൊടുക്കുന്നു എന്ന് വിചാരിച്ചു. 13 ഇവിടെ നിന്നാണ് നോക്കേണ്ടത്. ഇങ്ങോട്ട് 0, ഇങ്ങോട്ട് 0 അല്ലെ, ഇങ്ങോട്ട് 0, ഇങ്ങോട്ട് 0. അപ്പൊ 13 എന്ന് പറയുന്നത് എന്താവും? 0 0. അതുപോലെ തന്നെ ഈ എഫ് എന്തായിരിക്കും? ഇങ്ങോട്ട് 0, ഇങ്ങോട്ട് 1, ഇങ്ങോട്ട് 0 0 1 0 അല്ലെ. കണ്ടോ? 0 1 0. ഇങ്ങനെ ഇതിനെല്ലാത്തിനും നൊട്ടേഷൻ വരും. മനസ്സിലായി? 70 ഇത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പറയാണ് 1 × 70. ഇതെന്ന് പറയുന്നത് 5 × 5 എന്ന് ഉദ്ദേശിക്കുന്നത് 3 2 5 ക്യാരക്ടേഴ്സ് ആണ്. ഇത് തെറ്റി ചെയ്തിരിക്കുന്നതാണ്. നിങ്ങളുടെ ബുക്കിൽ 2 എന്നാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ നോട്ട് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, അത് 2 ആണ്. അപ്പം ഇങ്ങനെ അവിടെ ഇവിടെ ചെറിയ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 5 × 2 ആണ് 10 എന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ 4ആണ്, 4 × 5. അതുപോലെ 2ആണ്, 2 × 13. ഇതുപോലെ 5ആണ്, 5 × 3. ഇത് 3 × 7. ഇതാണ് ഈ ട്രീയുടെ ഐഡിയ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കണം.
അപ്പം ഇത് എ എന്ന് പറയുന്നത് ക്യാരക്ടർ എടുക്കാം. എ എന്ന് പറയുന്നത് ആസ്കി 97 ആയിട്ട് എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ അതിന്റെ ബൈനറി എടുക്കും. ഇവിടെ ചെയ്യണം 7 എന്നാണ് ഇതിനകത്ത്. അപ്പം 70 ക്യാരക്ടേഴ്സ് നമ്മൾ സെൻഡ് ചെയ്യുന്നു. ആ അടിസ്ഥാനത്തിൽ 7 × 17 നമ്മൾ ഇവിടെ കൊടുക്കും. ഇതേപോലെ തന്നെ ഇവിടെ രണ്ടെണ്ണമാണ് സെൻഡ് ചെയ്യുന്നത്. 7 × 2. ഇവിടെ അതുപോലെ ഇത് വരുന്നു. ഇവിടെ 7 × ഇതിപ്പോ 5. അപ്പൊ 7 × 5. പിന്നെ D 7 × 13. ഇങ്ങനെ ഈ വാല്യൂസ് കൊടുത്ത് 700 ബിറ്റ് എന്നുള്ള രീതിയിൽ സാധാരണ രീതിയിൽ പോകുന്ന ഒരു സെൻഡിങ്. ഈ സെൻഡിങ് വേണമെങ്കിൽ നമുക്ക് 7 എന്നുള്ളത് കൊടുത്തുകൊണ്ട് നമ്മൾ താഴെ ഇത് യൂസ് ചെയ്ത് 3 ബിറ്റ് ആക്കി കുറച്ചിട്ട് ഇങ്ങനെ. അപ്പോഴും ഇവിടെ നോക്കി 3 ആണ് × 70, 3 × 2, 3 × 5 ഇങ്ങനെ പറഞ്ഞ് ഇത് കൂട്ടിയെടുക്കുന്നു. 300 700 എന്നുള്ളത് 300. പിന്നെ ഞാൻ പറഞ്ഞ ടേബിളിന്റെ ഒരു ഓവർ ഹെഡും കൂടെ വെച്ചോണ്ട് 50 എന്ന് കൂട്ടാം. 50 വരത്തില്ല, 350 അങ്ങനെ കുറച്ചു. എങ്കിൽ പോലും കാര്യമായ ഇതിലും കൂടുതൽ റിഡ്യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഈ ഹഫ്മാൻ ട്രീ. ഹഫ്മാൻ ട്രീ എന്ന് പറയുന്നത് ഇപ്പം A70, B2, C5, D ഇത്രയും വാല്യൂസ് ഉണ്ട്. ഇത്രയും വാല്യൂസ് എടുത്തിട്ട് ഇതിനെ നമ്മൾ ട്രീ ആണ്. ആ ട്രീ ഇത് തന്നെ. ഇവിടെ നമ്മൾ A70 കൊടുക്കും ആണല്ലോ. നമ്മുടെ അതിനകത്ത് A70 ആണല്ലോ. അതുപോലെ തന്നെ B2, C5, D13, അതുപോലെ തന്നെ E3, F7 ഇത്രയും വാല്യൂസ് നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? മിനിമം ആയിട്ടുള്ള ബിയും മിനിമം ആയിട്ടുള്ള ഇയും ഇത് രണ്ടും കൂടെ ലെഫ്റ്റിലും റൈറ്റിലേക്കും എന്നിട്ട് പിന്നെ മിനിമം ആയിട്ടുള്ള മിനിമമോ കൂടുതലോ ഈക്വലോ ആണ് റൈറ്റിലേക്ക് 5ഉം 5ഉം കൂടെ 10 എന്ന് പോകും. ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് ഇവിടെ വരെ B2, 3, 5, 5, 10, 7 ലെസ് ആണ് 17, 13 ലെസ് ആണ് 30, 70 കൂടുതലാണ് ഇവിടെ 100. ഇനി ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് രണ്ടും ഇങ്ങോട്ടെല്ലാം 0യും ഇങ്ങോട്ടൊക്കെ, അതായത് ലെഫ്റ്റിലേക്കൊക്കെ 0യും റൈറ്റിലേക്കൊക്കെ 1 ആയിരിക്കും. അതായത് ഇത് 0, 1, 0. അതുപോലെ തന്നെ 0, 1, 1, 0, 0. ബി അതായിരിക്കും 0, 1, 1, 0, 0 ആണോ ബി? അതെ, 0, 1, 1, 0, 0. ഇങ്ങനെ ഈ കോഡ് കൊടുക്കും. ഈ കോഡ് കൊടുത്തു കഴിയുമ്പോഴത്തേന് പിന്നെ ശ്രദ്ധിക്കാം, ഇവിടെ 1 ഉണ്ട്. 1 × 77. ഇവിടെ ഇത് 2 ആണ്. ഇവിടെ ടോട്ടൽ നമ്പർ 5 ആണ്. സോ 5 × 2, 10. ഇവിടെ ടോട്ടൽ നമ്പർ 4 ആണ്. 4 × 5, 20. അതുപോലെ 2 × 13, 26. ഇവിടെ 5 എണ്ണം ഉണ്ട്. 5 × 3, 15, 7 × 162 ബിറ്റ്സ്. ഇത് ഇങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് ഇതിനെ നമ്മൾ പിന്നെ ഇത് ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു ഇത്. അപ്പൊ നമുക്ക് ഹഫ്മാൻ കോഡിങ് കഴിഞ്ഞു. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് കൂടുതൽ പറയാനുള്ള സമയം ഇതിനകത്തില്ല, കാരണം അതുപോലെ പോർഷൻ ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് അടുത്ത പോർഷനിലേക്ക് വരാം.
അതായത് റെക്കറൻസ് റിലേഷൻ എന്ന് പറഞ്ഞാല് ഒരു റെക്കസീവ് അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി. റെക്കസീവ് അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി. ഈ ടൈം കോംപ്ലക്സിറ്റി അതുകൊണ്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്യുക. ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടി ഓഫ് എൻ ബൈ ബി പ്ലസ് എഫ് ഓഫ് എൻ. എഫ് ഓഫ് എൻ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ടി ഓഫ് എൻ പ്ലസ് എ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടി ഓഫ് എൻ ബൈ ബി പ്ലസ് എഫ് ഓഫ് എൻ. ഇവിടെ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ബി ഗ്രേറ്റർ ദാൻ 1, എഫ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ 0 എന്നൊരു ഈക്വേഷൻ. ആ ഈക്വേഷൻ അങ്ങനെ ഇരിക്കട്ടെ. അവിടെ പറയുന്നത് എന്താണെന്ന് അതില് എഫ് ഓഫ് എൻ ലെസ് ദാൻ എൻ റേസ്ഡ് ലോഗ് എ ടു ദ ബേസ് ബി. If f of n less than n raised to log a to the base b ആണെങ്കിൽ t of n എന്ന് പറയുന്നത് theta of n raised to log of a to the base b ആയിരിക്കും എന്നാണ് പറയുന്നത്. കേസ് 1, f of n less than n raised to log of a to the base b ആണെങ്കിൽ t of n is equal to theta of n raised to log of a to the base b ആണെന്നാണ് പറയുന്നത്. അതെങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് നോക്കാം. A is equal to 4, B is equal to 2, f of n is equal to n. അപ്പം ഇത് വെച്ച് നോക്കുമ്പോൾ n raised to log of a to the base b അല്ലെ, n raised to log of a to the base b. a എന്ന് പറയുന്നത് 4 ആണ്, ബേസ് b ആണ്. log of 4 to the base b എന്ന് പറഞ്ഞാൽ log 2 raised to 2 പുറത്തോട്ട് എടുക്കും 2 log ആ രീതി വരും. ആ രീതി വന്നു കഴിയുമ്പോഴത്തേന് ഇത് വരും log n log a to the base b എന്ന് പറയുന്നത് n സ്ക്വയർ ആയിട്ട് മാറും. n log a to the base b ഇത് n log a to the base b അതെന്ന് പറയുന്നത് n raised to log മറ്റേത് ഈ പറഞ്ഞ വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പൊ അത് n സ്ക്വയർ ആണ്. അപ്പൊ അത് കേസ് 1 ആണ്. കേസ് 1 വെച്ചിട്ട് theta of n square. Theta of n square. അതായത് theta of n raised to log a to the base b, that is theta of n raised to log 2 square to the base 2. 2 square to 2 പുറത്തോട്ട് പോയി, അത് മറ്റേത് രണ്ടും 1 ആയി. ഓക്കെ, അപ്പൊ n സ്ക്വയർ ചെയ്ത് നോക്കുക, അതിന്റെ ഇതാവുള്ളൂ. ഇതേപോലെ തന്നെ 3 ഇതുകൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. 4t of n by 2 plus n എന്ന രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യേണ്ട മാസ്റ്റർ മെത്തേഡാണ്. എഫ് ഓഫ് n ഈ 3 കേസുകളും വേറെ വേറെ പറയുന്നുണ്ട്. ആ 3 കേസുകളുടെ 2 കേസ് കാണിക്കുന്നതിന് t of n 2t എന്ന് പറയുന്നത് n raised to log of a to the base b എന്ന് പറയുമ്പോഴത്തേന് is equal to n raised to log of 2 to the base 2, that is n. That is n. ഇതാണ് കേസ് 2. കേസ് 2 വന്നതുകൊണ്ട് അതെന്തായി, തീറ്റ ഓഫ് n log n. അതുപോലെ a is equal to 2 b n log a to the base b. അതായത് നിങ്ങൾ ആ ഈക്വേഷൻ നോക്കുക എന്നുള്ളതാണ്. a is equal to 2, b is equal to 2, f of n is equal to n square n log a to the base b, that is n log 2 to the base 2 is equal to n f of n. ഈ പ്രോബ്ലം നിങ്ങൾ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഏതായാലും ഇതിന്റെ കണ്ടീഷൻസ് ഒന്നുകൂടെ ഞാൻ പറയാം, അത് മാത്രമേ നമുക്കിപ്പോൾ ഇവിടെ. അതായത് ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഈക്വേഷൻ വരുന്നത്. ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടി ഓഫ് n by b plus f of n
എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ബി ഗ്രേറ്റർ ദാൻ 1, എഫ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 3 കേസ്, അതായത് ഈ പറഞ്ഞ എഫ് ഓഫ് എന്നിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ എഫ് ഓഫ് എന്നെ എൻ റേസ് ടു ലോഗരിതം ഓഫ് എ ടു ദ ബേസ് ബി, ലോഗരിതം ഓഫ് എ ടു ദ ബേസ് ബി ആണെങ്കിൽ ഇ ഓഫ് എൻ അതിനേക്കാൾ ചെറുതാണെങ്കിൽ ഇ ഓഫ് എൻ ഈസ് ഇക്വൽ ടു തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗരിതം ഓഫ് എ ടു ദ ബേസ് ബി. അതല്ല ഈക്വൽ ആണെങ്കിൽ ടി ഓഫ് എൻ ബിഗ് ഓഫ് എൻ റേസ് ടു ലോഗരിതം ഓഫ് എ ടു ദ ബേസ് ബി. ഇനി അതല്ല എഫ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ എൻ ടു ദ എൻ റേസ് ടു ലോഗരിതം ഓഫ് എ ടു ദ ബേസ് ബി ആണെങ്കിൽ ബിഗ് ഓഫ് എഫ് ഓഫ് എൻ. ഇത് വെച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഈ കണ്ടീഷൻസ് ശ്രദ്ധിക്കുക. ഇപ്പം ഒരു കേസ് 1 എന്നുള്ള രീതിയിൽ എഫ് ഓഫ് എൻ 4t n of n by 2 by a raised to 4, logarithm of n raised to logarithm of a to the base b, that is logarithm of 2 square to the base 2, that is 2 log 2 to 2 വരും, പിന്നെ n raised to അല്ലേ, that n square ആണ്. അപ്പം എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് n ആണ്. അപ്പൊ ഏത് കണ്ടീഷനായി? അതായത് ഈ എഫ് ഓഫ് എൻ ലെസ് ദാൻ, അത് n ആണ്, n സ്ക്വയറിനേക്കാൾ ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീറ്റ ഓഫ് ഇതെന്ന് പറയും. അതുകൊണ്ടാണ് തീറ്റ ഓഫ് എൻ സ്ക്വയർ എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ബാക്കി വീടും ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ ആ ഗ്രീഡി മെത്തേഡ് ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു വലിയ സെറ്റ് ഓഫ് എലമെന്റ്സ്, ആ സെറ്റ് ഓഫ് എലമെന്റ്സിൽ നിന്നും ഫീസിബിൾ ആയിട്ടുള്ള കുറെ സൊല്യൂഷൻ കിട്ടുന്നു. ഈ സൊല്യൂഷനിൽ നിന്ന് യു ആർ ഗോയിങ് ടു സെലക്ട് ദാറ്റ് സൊല്യൂഷൻ വിച്ച് ഓപ്റ്റിമൈസസ് ദ ഒബ്ജക്റ്റ് ഫംഗ്ഷൻ. അതാണ് ഇപ്പൊ ഈ പറഞ്ഞ സിമ്പിൾ എക്സാമ്പിൾ ഇതാണ് കാണിച്ചത്. 1 2 4 3 എന്ന് പറയുന്ന വെയിറ്റും അതിന്റെ പ്രോഫിറ്റ് ആയിട്ടുള്ള 5 1 2 2 ഉണ്ട്. നമ്മളോട് പറയാണ് വെയിറ്റ് 5 ആകാവൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ വെയിറ്റ് 5 ആകത്തക്ക വിധം 1ഉം 4ഉം ഫസ്റ്റ് എലമെന്റും ഫസ്റ്റും തേർഡും എലമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡും ഫോർത്തും എലമെന്റ്. പക്ഷെ ഈ ഫസ്റ്റും തേർഡും എലമെന്റ് വരുമ്പോഴത്തേനും നമ്മുടെ പ്രോഫിറ്റ് 7 ആകും, സെക്കൻഡും ഫോർത്തും വരുമ്പോഴത്തേനും നമ്മുടെ പ്രോഫിറ്റ് 3 ആകും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റേത് ഫീസ് രണ്ടാമത്തെ, അതായത് പിന്നെ 2ഉം സെക്കൻഡ് 1ഉം ഫോർത്ത് 1ഉം വരുന്നത് ഫീസിബിൾ ആണെങ്കിൽ പോലും അതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല. കാരണം എന്താണ്? അത് പ്രോഫിറ്റിനെ ഓപ്റ്റിമൈസ് ചെയ്യും. വെയിറ്റ് 5 കുറവൊക്കെയാണ്, പക്ഷെ പ്രോഫിറ്റിനെ ഓപ്റ്റിമൈസ് ചെയ്യും. അപ്പം ജനറൽ ആയിട്ട് ഒരു വലിയ സെറ്റ് ഉണ്ട്, ആ സെറ്റിൽ നിന്നും ഇൻപുട്സിനെ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് കൺസ്ട്രെയിന്റ് ഉണ്ട്. ഈ കൺസ്ട്രെയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാത്തിനെയും കൺസ്ട്രെയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നോക്കുന്നു, ഫീസിബിൾ ആണ്. കൺസ്ട്രെയിന്റ് ആണ് നമ്മൾ മുമ്പേ പറഞ്ഞ വെയിറ്റ്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും യു ആർ സെലക്ടിങ് ദ വൺ വിച്ച് മാക്സിമൈസസ് ഓർ മിനിമൈസസ്. ഇപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാക്സിമൈസ് പ്രോഫിറ്റ് ആണ്, അതൊരു പക്ഷേ മിനിമൈസ് കോസ്റ്റ് ആണ്. ഗ്രീഡി മെത്തേഡ് ഓരോ ഇൻപുട്ടിനെയും ഓരോ തവണ എടുത്തിട്ട് അതിന്റെ ഇൻക്ലൂഷൻ, അതിന്റെ ഇൻക്ലൂഷൻ ആ ഇൻപുട്ടിലേക്ക് റിസൾട്ട് ചെയ്യുമോ എന്നുള്ളതാണ് നോക്കുന്നത്. എന്നിട്ട് ആ ഓരോ തവണയും ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുമോ എന്ന് നോക്കും. ലീഡ് ചെയ്യുമെങ്കിൽ അതിനെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. റിജക്ട് ചെയ്തുകൊണ്ട് തിരിച്ച് പഴയ സെറ്റിലേക്ക് അത് റിട്ടേൺ ചെയ്യുന്നില്ല, അത് കംപ്ലീറ്റ്ലി റിജക്റ്റഡ് ആണ്. ഇപ്പൊ 3 എന്ന് പറഞ്ഞ ഒരു എലമെന്റിനെ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ അത് ഓപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് പോകുന്നില്ല എങ്കിൽ ഈ തേർഡ് എലമെന്റ് ഈസ് നോട്ട് ഗോയിങ് ബാക്ക് ടു ദി ഡൊമൈൻ, ബട്ട് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിജക്റ്റഡ്. അതാണ് ഇവിടെ പറയുന്നത്. കൺസിഡർ ആൻ എക്സ് ഫ്രം ഡൊമൈൻ എ. If x will be in a solution set, then add it, else reject.
ടെർമിനേറ്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ സെറ്റ് ഇല്ല. ഈ രണ്ട് കേസിലും ടെർമിനേറ്റ് ചെയ്യാം. എ എക്സോസ്റ്റ് ചെയ്തു പോയാൽ അതിന്റെ അർത്ഥം എന്താ? സൊല്യൂഷൻ കിട്ടുന്നില്ലെങ്കിൽ നോ സൊല്യൂഷൻ, അല്ലെങ്കിൽ സൊല്യൂഷൻ സെറ്റ് ഇല്ലായാൽ സൊല്യൂഷൻ. പല വേരിയിങ് ടൈംസ്, പല ടൈംസ് ഉണ്ടെങ്കിൽ അതിന് മിനിമം ടൈം ഉള്ള ഒരെണ്ണം നമ്മൾ എടുക്കും. എന്നിട്ട് ആ മിനിമം ടൈം വെച്ച് മുമ്പോട്ട് പോകും. അതായത് ഇവിടെ അതൊക്കെ തന്നെ പറയുന്നത്, ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ട്, അത് വെച്ചിട്ടാണ് അത് പോകുന്നത്. ഇതാണ് അതിന്റെ ഗ്രീഡി അൽഗോരിതത്തിന്റെ ഇത്. എസ് എന്ന് പറയുന്ന സൊല്യൂഷനിൽ ഇപ്പൊ ഒന്നുമില്ല. എന്നിട്ട് എക്സ് എയിൽ നിന്ന് എക്സിനെ എടുത്തു. അപ്പൊ എയിൽ നിന്ന് എക്സ് മാറി, എന്നിട്ട് എസിലേക്ക് ഈ എക്സിനെ എടുത്തു. മനസ്സിലായി? അത് ഫീസിബിൾ ആണെങ്കിൽ എസിനെ ആഡ് ചെയ്തു. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്തു. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് മുമ്പേ പറഞ്ഞ സംഭവം ഉണ്ടായി. അതായത് എ എക്സോസ്റ്റ് ചെയ്തെങ്കിൽ നോ സൊല്യൂഷൻ വരുന്നില്ല. അന്നേരം ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് ഈ പറയുന്നത്. ടി ഈസിക്കൽ ടു 6 എന്നിട്ട് പറയാണ് ഇത്രയും എണ്ണം പറയുക. ഇത്രയും എണ്ണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ we have decided to select with the minimum ടി 1 ആയിട്ടുള്ളതിനെ നമ്മൾ എടുക്കും, J3. പിന്നെ മിനിമം ടൈം ഏതാ? 2, J4. പിന്നെ മിനിമം ടൈം ഏതാ? 3. അപ്പം J3യെ ആദ്യം എടുത്തു, J4നെ പിന്നെ എടുത്തു, J1നെ പിന്നെ എടുത്തു. ഇത് തന്നെയാണ് ഇപ്പൊ ഈ വലിയ അൽഗോരിതമായിട്ട് ഈ പറയുന്നത്. J3, ഏറ്റവും ചെറിയ J3യെ എടുത്തു, പിന്നത്തെ ചെറിയ J4നെ എടുത്തു, പിന്നത്തെ ചെറിയ J1നെ എടുത്തു. ഈ സ്റ്റെപ്സ് എല്ലാം ടാസ്കുകൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അത് ഇങ്ങനെ. പിന്നെ പറഞ്ഞല്ലോ, നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേന് ഒരു ഓപ്റ്റിമം, ലോക്കൽ ഓപ്റ്റിമം ഉണ്ട്, ഗ്ലോബൽ ഓപ്റ്റിമം ഉണ്ട്. നമ്മുടെ പല സിറ്റുവേഷനിൽ നമ്മുടെ പ്രോബ്ലം പല സ്ഥലത്ത് നിൽക്കുന്നിടത്ത് പല സൊല്യൂഷൻസ് ഉണ്ടാവും. ഈ പല സൊല്യൂഷൻസ് അതായത് ലോക്കൽ കണ്ടീഷൻസിൽ, അതായത് ലോക്കൽ റിക്വയർമെന്റിനെ അത് സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ ഈ ലോക്കൽ ഓപ്റ്റിമം ഓക്കെ. മനസ്സിലായി? ലോക്കൽ ഓപ്റ്റിമം ഓക്കെ. അതർവൈസ് നമുക്ക് എൻറ്റയർ ഇത് വെച്ച് കാണുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലുക്ക് ഫോർ ദ ഗ്ലോബൽ ഓപ്റ്റിമം. ഇത് അതിന്റെ തന്നെയാണ് ആ സീറോ നാപ്സാക്കിന്റെ ഇതാണ്. അതായത് ഫ്രാക്ഷണൽ ഇത് പറയുന്നു, n ഒബ്ജക്ട്സ് ഉണ്ട്. നാപ്സാക്കിന്റെ ഒരു ബാഗാണ്. കപ്പാസിറ്റി ഓഫ് ദ ബാഗ് W. ആ W എപ്പോൾ ഒതുങ്ങണം? ഒരു ബാഗിലേക്ക് നമ്മളെല്ലാം എടുത്തിടുക. ഈച്ച് ഒബ്ജക്റ്റ് ഹാസ് എ W വെയിറ്റ് ആൻഡ് പ്രോഫിറ്റ് P. അപ്പം ഇവിടെ ഇപ്പൊ പറയുന്നത്, ഇവിടെ ഫ്രാക്ഷൻ അലവ് ചെയ്യുക. നമ്മൾ ആദ്യം കണ്ട സിമ്പിൾ ഇതിനകത്ത് ആ ഫ്രാക്ഷനിൽ ഇവിടെ ഫ്രാക്ഷൻ അലവ് ചെയ്യുക. ആ ഫ്രാക്ഷൻ അലവ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത് നോക്കി എടുത്തെടുത്ത് വരിക. അതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇത്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് 3, കപ്പാസിറ്റി ഓഫ് നാപ്സാക്ക് W = 20. എന്നിട്ട് P1, P2, P3 എന്ന് പറഞ്ഞ് 3 പ്രോഫിറ്റ്, 25, 24, 15 എന്ന് പറഞ്ഞ് 3 പ്രോഫിറ്റുകൾ അവിടെ പറഞ്ഞു. കറസ്പോണ്ടിങ് വെയിറ്റ് W1, W2, W. ഒരു സാധാരണ ആർഗ്യുമെന്റ് വെച്ച് നോക്കുമ്പോൾ, സപ്പോസ് യു ഹാവ് ടു ടേക്ക് W = 20. W = 20, you can select such as, അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യം 18 സെലക്ട് ചെയ്യും. പ്രോഫിറ്റ് അതാണ്, 18 സെലക്ട് ചെയ്യും, 25 പ്രോഫിറ്റ്. പിന്നെ 5 സെലക്ട് ചെയ്യും, 24 പ്രോഫിറ്റ്. 18ന്റെ 25ഉം 15ന്റെ 5 അല്ലെ? ഈ 18ന്റെ 25 പ്രോഫിറ്റ് കിട്ടും. 15 എന്നുള്ളതിന്റെ 5 എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ 15ന്റെ 5 15ന്റെ 2 എടുക്കുന്നത്. 18 വെയിറ്റും എടുക്കുന്നു, 15ലെ 2 എടുക്കുന്നു. 18 എടുക്കുമ്പോൾ 25 കിട്ടുന്നു, 15ലെ 2 കിട്ടുന്നു. അതായത് 24 × 2/15. ഇതൊട്ട് എടുക്കാനേ പറ്റിയല്ല, കാരണം ഇവിടെ കംപ്ലീറ്റ് എടുത്ത്. അപ്പൊ ഇത് പല അപ്രോച്ചസും. അപ്പൊ ഒരു അപ്രോച്ച് ഇതാണ്, ഫ്രം ദ റിമൈനിങ് ഒബ്ജക്ട്സ് സെലക്ട് ദ ഒബ്ജക്ട് വിത്ത് മാക്സിമം പ്രോഫിറ്റ് ദാറ്റ് ഫിറ്റ് ഇൻ ടു ദ നാപ്സാക്ക്. ഇപ്പൊ നമ്മൾ ചെയ്ത കാര്യമാണ്. റിമൈനിങ് ഒബ്ജക്ട്സിൽ നിന്നും സെലക്ട് ദ ഒബ്ജക്ട് വിത്ത് മാക്സിമം പ്രോഫിറ്റ് ദാറ്റ് ഫിറ്റ് ഇൻ ടു ദി നാപ്സാക്ക്. നാപ്സാക്കിലേക്ക് ഫിറ്റ് ചെയ്യുന്ന മാക്സിമം പ്രോഫിറ്റ് ഉള്ളതിനെ എടുക്കുക. അതല്ലെങ്കിൽ മിനിമം വെയിറ്റ് ഉള്ളതിനെ എടുക്കുക. ഇനി ഇതൊന്നും അല്ലെങ്കിൽ
പി ബൈ ഡബ്ല്യു എന്ന് പറയുന്നത് കണ്ടിട്ട് പ്രോഫിറ്റ് ബൈ ഡബ്ല്യു കണ്ടിട്ട് പി ഐ ബൈ ഡബ്ല്യു ഐ ഏറ്റവും മാക്സിമം ഏതാണോ അത് വെച്ച് സെലക്ട് ചെയ്തു. ഈ 3 അപ്രോച്ചസും താഴെ കാണിച്ചു. ഒന്ന് ഇതിലെ മാക്സിമം പ്രോഫിറ്റ് ഉള്ളതിനെ എടുക്കും. അപ്പം മുമ്പേ പറഞ്ഞതുപോലെ 25 മാക്സിമം പ്രോഫിറ്റ് അല്ലെ, 25 മാക്സിമം പ്രോഫിറ്റ്, അതിനെ എടുത്തു. പിന്നെ അടുത്തത് മുഴുവൻ എടുക്കത്തില്ല, 2/15 ഫ്രാക്ഷൻ. അപ്പൊ അതിന്റെ വെയിറ്റും അങ്ങനെ തന്നെ. ഫസ്റ്റിന്റെ വെയിറ്റ് 18 മറ്റേതിന്റെ 2 എടുത്തു. അപ്പൊ അതിനനുസരിച്ച് പ്രോഫിറ്റും മാറും. ആ ഫ്രാക്ഷണൽ പ്രോഫിറ്റ് ആയിട്ട് വരും. അതായത് ഇതിന്റെ മുഴുവൻ പ്രോഫിറ്റ് കിട്ടും, മറ്റേത് 2/15 പ്രോഫിറ്റ് ഇങ്ങനെ. പിന്നെ മിനിമം വെയിറ്റ് ഉള്ളത്, അതായത് വെയിറ്റ് ഏറ്റവും കുറഞ്ഞുള്ളത് എടുക്കാം. അപ്പൊ ഇതിൽ ഏറ്റവും വെയിറ്റ് കുറവുള്ളത് W3 ആണ്, അതെടുക്കും. പിന്നെ വെയിറ്റ് കുറവുള്ളത് W2 ആണ്, അതെടുക്കും. അപ്പോൾ അതിൽ നിന്ന് മുഴുവൻ എടുക്കാൻ പറ്റിയല്ല, അതിൽ നിന്ന് 10 എടുക്കും. പിന്നെ W1 എടുക്കാനേ പറ്റിയല്ല. ഫസ്റ്റ് 1 അപ്പൊ എടുക്കുന്നേ ഇല്ല, അത് നമ്മളിവിടെ കാണിക്കാം. ഫസ്റ്റ് 1 എടുക്കുന്നേ ഇല്ല ആണ്. സെക്കൻഡ് 1 എടുക്കുന്നു ഇങ്ങനെ, അതായത് ഫസ്റ്റ് 1 എടുക്കുന്നേ ഇല്ല, മനസ്സിലായി. ലാസ്റ്റ് 1 എടുക്കുന്നു, ഇടയ്ക്കത്തേത് രണ്ടാമത്തത് ഇതെടുക്കുന്നു, ഇത് മൊത്തം എടുക്കുന്നു, ഇത് 5 എടുക്കുന്നു, ഇത് എടുക്കുന്നേ ഇല്ല. അതായത് ഇത് ഇവിടെ ഒരു 1 വരും, ഇവിടെ 5/15 ആണ്, ഓർ 1/3 ആണ്, ഇവിടെ ഒന്നുമില്ല. 5/15 അല്ല, സോറി, 10/3, 2/3, 10 എടുക്കുന്നു, കാരണം അവിടെ 10 ആണല്ലോ. അപ്പൊ 10/15, 2/3, 0, 2/3, 1. കറസ്പോണ്ടിങ് പ്രോഫിറ്റും വന്നു. കറസ്പോണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0ക്കൊന്നും ഇല്ല. പിന്നെ അടുത്തതിന്റെ ഇത് ഏതാണ് ഫ്രാക്ഷൻ വെച്ച് നോക്കുക, 2/3 വെച്ചെടുത്തു. അപ്പം പിന്നെ 15, അപ്പം 31 വരെ. ഓക്കെ, അപ്പം 31 വരെ. ഇനിയാണ് നമ്മൾ P1/W1, P2/W2, P3/W3, P1/W1, P2/W2, P3/W3, ഇത് 3 കാണും. ഇത് 3 കണ്ടു കഴിഞ്ഞ് നമ്മള് അപ്പൊ ഇതിൽ ഇപ്പൊ ഏറ്റവും കൂടുതലുള്ളത് സെക്കൻഡ് എലമെന്റ്, അത് ഫുള്ള്. പിന്നെ വരുന്നത് തേർഡാണ്, അത് മുഴുവൻ എടുക്കാൻ പറ്റിയല്ല, കാരണം ഇവിടെ ഇപ്പം വന്നപ്പോൾ 15 ഉണ്ട്, 1/2, 5 എടുത്തു. കറസ്പോണ്ടിങ് പ്രോഫിറ്റ് മുമ്പേ പോലെ ഫ്രാക്ഷൻ ആയിട്ട് കണ്ടു, 31. അപ്പൊ ഇതിന്റെ ഓപ്റ്റിമം റിസൾട്ട് ഇവിടെ, കാരണം ഈ അൽഗോരിതം എഫിഷ്യന്റ് ആണ്. അതാണ് അത് n log n ആണ് അതിന്റെ കോംപ്ലക്സ്. ഇത് ഇതുപോലെ തന്നെ ഒരു ടൈം. ഇപ്പൊ ഒബ്ജക്റ്റ് 1, 2, 3, 4, 5, 6, 7 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഉണ്ട്. അതിനകത്ത് വെയിറ്റ് 2, 3, 5, 7 എന്ന് പറഞ്ഞിട്ടുണ്ട്. 10ഉം 5ഉം ഇങ്ങനെ 6ഉം 8ഉം ഇങ്ങനെ ഇതും പറയുന്നുണ്ട്. അപ്പൊ അവിടെ വരുന്ന കൺസ്ട്രെയിന്റ് വെയിറ്റ് 5 ആയിരിക്കാം. വെയിറ്റ് 5 വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഏറ്റവും പ്രോഫിറ്റ് ഉള്ളതിനെ അല്ല, ഏറ്റവും പ്രോഫിറ്റ് അല്ല, ഏറ്റവും അതായത് ടൈമാണ്. എന്നിട്ട് ഫിഫ്ത്ത് ഒബ്ജക്റ്റ് P1/W1. അവിടെ P1/W1 എന്ന് പറയുന്നത് 6 ആണ്. ഇവിടെ നമ്മൾ പ്രോഫിറ്റോ വെയിറ്റോ അല്ല നോക്കുന്നത്, P1/W, PI/WI. PI/WI 6 ആണ്. അത് 1 ഉള്ളു വെയിറ്റ്, നോ പ്രോബ്ലം, കാരണം വെയിറ്റ് 5 വരെയാണ്. പിന്നെ അടുത്തത് PI/WI, പിന്നെ കൂടുതൽ വരുന്ന ഏതാ, ഇതാണ്. അവിടെ വെയിറ്റ് 2 ഉള്ളൂ, എടുക്കാം, അതും പ്രോഫിറ്റ് 10, ഇവിടെ 6, ഇവിടെ 10. ഇത് PI/WI വെച്ചാണ് എടുക്കുന്നത്, പ്രോഫിറ്റ് വെച്ചല്ലേ എടുക്കുന്നത്.
PI/WI വെച്ചെടുത്തപ്പോൾ P1 ഈ സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ PI/WI ഏറ്റവും കൂടുതൽ ആ 6 നമ്മൾ. പിന്നെ അടുത്ത PI/WI ഏറ്റവും വരുന്നത് 5 ആണ്, അതും ഇടും. അതിന്റെ പ്രോഫിറ്റ് 10 ഇടും. ഇനി ഇപ്പൊ ഇതിന് വെയിറ്റ് 2 അതിന്റെ 1 3 ആണ്. ഇനി 2 എടുക്കാൻ പറ്റുമോ? ഇനി ഏറ്റവും കൂടുതൽ PI/WI കാണുന്നത് 4.5 ആണ്. അതിന്റെ വെയിറ്റ് 4 ആണ്. പക്ഷെ ഇവിടെ ഓൾറെഡി വി ഹാവ് സെലക്ടഡ് 3. Now we can select only 2 out of 4. എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ പകുതിയെ എടുക്കാൻ പറ്റും അല്ലേ? അതായത് 1/2 മുഴുവൻ കിട്ടിയാൽ 9 20. ഇതാണ് സിമ്പിളാണ്. അൽഗോരിതം ഒക്കെ കാണുമ്പോൾ ഒരുപാട് വലുതായിട്ട് തോന്നുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനിയാണ് ടാസ്ക് ഷെഡ്യൂളിംഗ്. ടാസ്ക് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു ടാസ്ക്, ഈ ടാസ്കില് 3 യൂണിറ്റ് ഒരെണ്ണത്തിന് ഓരോ എണ്ണത്തിനും 1 യൂണിറ്റ് ടൈം വെച്ച് വേണം. എല്ലാത്തിനും 1 യൂണിറ്റ് ഈ ടാസ്കുകൾക്കെല്ലാം. But there is a difference. T1 has a deadline 2, T2 has a deadline 2, T3 has a deadline 3, T4 has a deadline 1, T5 has a deadline 3. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചാർട്ട് പോലെ, നിങ്ങളുടെ ബുക്കിൽ ഒരു ചെറിയ ചാർട്ട് പോലെ വരച്ചു. 0 to 1 ഒരു ടൈം ഗ്യാപ്പ്, പിന്നെ 1 to 2 ഒരു ടൈം ഗ്യാപ്പ്, പിന്നെ 2 to 3 വേറൊരു ടൈം ഗ്യാപ്പ്. ഇതില് നമ്മളിപ്പോ നോക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിയുമ്പോൾ ഏറ്റവും ഇതിനകത്ത് പ്രോഫിറ്റ് കാണിക്കുന്നത് 22. അപ്പൊ ഏറ്റവും പ്രോഫിറ്റ് 22, അതിന്റെ ഡെഡ് ലൈൻ 2 ആണ്. അപ്പൊ അതിനെ വേണേ ഈ 1 to 2 അസൈൻ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ 1 to 2 T2 അസൈൻ. പിന്നെ കാണിക്കുന്നത് 18, അതിന്റെ ഡെഡ് ലൈൻ 2 ആണ്. 2 to 3 അതിനെ അസൈൻ ചെയ്യാൻ പറ്റില്ല. 1 to 2 ഓൾറെഡി അസൈൻ ഇല്ല. സോ വി ആർ ഗോയിങ് ടു അസൈൻ ടു 0 to 1. അങ്ങോട്ടും അസൈൻ ചെയ്യും. ഇനി ഈ 2 എണ്ണം കണ്ടു. ഇനി അടുത്ത പ്രോഫിറ്റ് 7. പക്ഷെ ഒരു പ്രശ്നമാണ്, T4 ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഡെഡ് ലൈൻ 1 ആണ്. അത് കഴിഞ്ഞു 0 to 1 വന്നു കഴിഞ്ഞു. 0 to 1 ആള് വന്നു കഴിഞ്ഞു, 1 to 2 ആള് വന്നു കഴിഞ്ഞു. അതിന് പറ്റില്ല. അപ്പൊ എന്ത് വേണം? 3 ഡെഡ് ലൈൻ ആയിട്ടുള്ള പിന്നെ മാക്സിമം അതങ്ങോട്ട്. അപ്പോൾ പ്രോഫിറ്റ് എന്ത് കിട്ടി? T2 പ്രോഫിറ്റ് 22, T1 18, പിന്നെ ഈ പറഞ്ഞ T5. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ ഈ പ്രോഫിറ്റിന്റെ ഇത് പോകും. ഇനി ക്യാരക്ടർ പാസ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഈ ഇത്രയും ക്യാരക്ടേഴ്സ് ഇങ്ങനെ വിചാരിക്കുക, 7 ക്യാരക്ടർ ഉണ്ട്, A70, B2. ഇതിങ്ങനെ ചുമ്മാ കുറച്ച് ക്യാരക്ടർ ആർബിട്രറി ആയിട്ട് അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. A 70 തവണ അയക്കുന്നു, B 2 തവണ, C 5 തവണ, D 13, അങ്ങനെ അങ്ങനെ അയക്കുന്നു. നമ്മൾ കരുതുന്നു വി ആർ യൂസിങ് എ 7 ബിറ്റ് ബൈനറി എന്ന് വിചാരിക്കും. സോ എക്ക് നമ്മൾ ആസ്കി 97, B 98, 99, 100, 100 നമ്മൾ ആർബിട്രറി ആയിട്ട് കൊടുത്തിരിക്കാം. അപ്പൊ ഇതിന് ടോട്ടൽ വരുന്നത് 7 ആണല്ലോ. 7 ആണ്. 74, 7 into 7. ഇത് 7 into 2, 2 ആയി. ഇത് 7 into 5. ഇത് 7 into 30. ഇത് 7 into 3, 7 into 7. ടോട്ടൽ 700. അപ്പോഴ് so we are guessing that if the number of characters used or number of bits used were less number of bits are used, then the number of bits then may be reduced. അതിന് നമ്മൾ നോക്കുമ്പോൾ 0 0 0 ഇങ്ങനെ ഒരു 3 bit ഒന്ന് നോക്കുക. 3 bit നോക്കിക്കഴിയുമ്പോൾ ക്യാരക്ടർ ഇവിടെ A എന്ന് പറയുന്ന ഇതുണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, 0 0 ഉണ്ട്. അവിടെ ഇപ്പൊ 3 ആണ്. കഴിഞ്ഞ തവണ 7 എന്ന് കൊടുത്തിട്ടില്ല, ഇപ്പൊ 3. അല്ല 300. പ്ലസ് ഇതിനൊരു ഓവർ ഹെഡ് ഉണ്ട്, കേബിളിനുള്ള ഓവർ ഹെഡ് ഉണ്ട്. ആ ഓവർ ഹെഡ് മിക്കവാറും
ആണ് 18 പിന്നെ 7 ഏതാണ്ട് 60 ഏതാണ്ട് വരും. അതൊന്നും കൊണ്ടുപോകാം. അത് ഇപ്പം വലിയ പ്രശ്നമല്ല. അത് വരും. അതുകൂടെ ഏതാണ്ട് 360 ഏതായാലും അറൗണ്ട് 360 വരും. അപ്പോ നമ്മൾ ചെയ്യുന്ന ഹഫ്മാൻ ട്രീ എന്ന് പറയുന്നത് ഈ ഹഫ്മാൻ ട്രീ ഉണ്ടാക്കുന്നത് ഹഫ്മാൻ ട്രീ ഈസ് ലൈക്ക് ദിസ്. മനസ്സിലായി? ഇങ്ങനെയാണ് ഹഫ്മാൻ ട്രീ ഉണ്ടാക്കുന്നത്. ഏറ്റവും ചെറിയ രണ്ടെണ്ണം ലെഫ്റ്റിലും റൈറ്റിലും, അതിന് ഞാൻ മുമ്പേ ഒന്ന് കാണിച്ചു, ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് എടുത്തു. എന്നിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡ് 0 1. പിന്നെ ഇത് വേറൊരു കേസിൽ വരുന്ന ഹഫ്മാൻ ട്രീ ആണ്, നമ്മുടേതല്ല എങ്കിലും ഇങ്ങനെ പറയാം ചെറുത്. എന്നിട്ട് ഇത് രണ്ടും ഇപ്പുറത്ത് 30 വന്നപ്പോൾ 55, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയത് 35 55 അല്ലേ, 45 ലെഫ്റ്റിലേക്ക് 100, ലെഫ്റ്റിലേക്കല്ല 0 കൊടുത്തു. ഇതിപ്പോ ഈ സി എന്നുള്ളതാണെങ്കിൽ ഇതിന്റെ കോഡ് ഇതിനകത്ത് വരാൻ പോകുന്നത് 100 മനസ്സിലായി? അതുപോലെ തന്നെ ഇവിടെ 101 എന്ന് കോഡ് വരും. ഇതാണ് ഹഫ്മാൻ ട്രീയുടെ. പിന്നെ ഒന്ന് ചെയ്ത് നോക്കേണ്ടതാണ്. ഇതിനകത്ത് ഞാനിപ്പോ ഇത് എത്ര പറഞ്ഞാലും റെക്കറൻസ് എന്ന് പറയുന്നതാണ്. ടി ഓഫ് എൻ എന്ന് പറയുന്നത്, അതായത് ഒരു റെക്കസീവ് അൽഗോരിതത്തിന്റെ ഒരു ഇതാണ്. ടി ഓഫ് എൻ എന്ന് പറയുന്നത് ടൈം കോംപ്ലക്സിറ്റി ആണ്. റെക്കസീവ് അൽഗോരിതം അറിയാമല്ലോ, ആ അൽഗോരിതം കോൾസ് ഇറ്റ്സ് ടി ഓഫ് എൻ. അപ്പൊ അതിന്റെ ഇതിനകത്ത് ടി ഓഫ് എന്നിനകത്ത് ഇത് വയ്ക്കുമ്പോൾ അതിന്റെ ടേമിൽ തന്നെ ആയിരിക്കും അകത്ത് വരുന്നത്. ടി ഓഫ് എൻ മൈനസ് 1 പ്ലസ് 1 അത് 1 എന്ന് പറയുന്നത് ഈ എൻ ഈസ് ഈക്വൽ ടു 1. അപ്പൊ ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു ടി ഓഫ് എൻ മൈനസ് 1 പ്ലസ് 1 എന്നാണെങ്കിൽ ടി ഓഫ് എൻ മൈനസ് 1 എന്ന് പറയുന്നതും ടി ഓഫ് എൻ മൈനസ് 1 മൈനസ് 1 പ്ലസ് 1 എന്നുള്ള രീതിയിൽ വരും. അതങ്ങനെ അങ്ങനെ റെക്കസീവ് ആയിട്ട് വരും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിനു മുമ്പ് മാസ്റ്റർ മെത്തേഡ് എന്നുള്ളത് നോക്കാം. ഇത് ഈ പറഞ്ഞ ഒരു റെക്കസീവ് ടൈം കോംപ്ലക്സിറ്റി ആണ്. ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടി ഓഫ് എൻ ബൈ ബി പ്ലസ് എഫ് ഓഫ് എൻ, വേർ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ബി ഗ്രേറ്റർ ദാൻ 1, എഫ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ 0. ഇത് നിങ്ങൾ ഡിവൈഡ് ആൻഡ് കോൺകർ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഒരു ഐഡിയ വരും. DNC ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറഞ്ഞൊരു മെത്തേഡ്, അതാണ് അടുത്ത് വരുന്നത്. അതിനകത്ത് ഈ ടൈം കോംപ്ലക്സിറ്റി വരുന്നത്. അപ്പൊ ഈ കോംപ്ലക്സിറ്റി എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ, ഇതിപ്പം ഇങ്ങനെ ഈ ഒരു ഫോമിലായിരിക്കും ഇത് വരുന്നത്. ശ്രദ്ധിക്കുക, ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ ഒരു കോൺസ്റ്റന്റ് ആണ്. എ കോൺസ്റ്റന്റ് ഒരു വേരിയബിൾ ആണ്, പക്ഷെ അത് നമ്പറാണ്. എ ഇൻറ്റു ടി ഓഫ് എൻ ബൈ ബി, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ബി ഗ്രേറ്റർ ദാൻ 1, എഫ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ഡിവൈഡ് ആൻഡ് കോൺകർ വരുമ്പോൾ നമ്മൾ ഇതിനെല്ലാം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഡിവൈഡ് ചെയ്തതിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്ന ആ ഫംഗ്ഷനെയാണ് നമ്മൾ ശരിക്കും എഫ് ഓഫ് എൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എഫ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ 0, ചിലപ്പോൾ അവിടെ അതിനകത്ത് ഇത് വരത്തില്ല. അപ്പൊ അത് വരുന്നതായിട്ട് അസ്യൂം ചെയ്തുകൊണ്ടാണ് എഫ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. നീ ഇതൊന്ന് ശ്രദ്ധിക്കുക, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ പാടാണ്. എങ്കിൽ നിങ്ങളൊന്ന് വായിക്കുമ്പോൾ ഇതൊന്ന് ഓർക്കുക. എഫ് ഓഫ് എൻ, അതായത് ഇപ്പൊ പറഞ്ഞ ഈ എഫ് ഓഫ് എൻ ലെസ് ദാൻ എൻ റേസ് ടു ലോഗ് എ ടു ദ ബേസ് ബി. ഈ എഫ് ഓഫ് എൻ, ഇത് എയും ബിയും തന്നെയാണ് ഈ പറയുന്നത്. എഫ് ഓഫ് എൻ ലെസ് ദാൻ എൻ റേസ് ടു ലോഗ് എ ടു ദ ബേസ് ബി ആണെങ്കിൽ ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗ് എ ടു ദ ബേസ് ബി. ഇതാണ് ആദ്യം. നമുക്കൊന്ന് നോക്കാം. ഇവിടെ എഫ് ഓഫ് എൻ 4t(n/2 പ്ലസ് 3 എന്നാണ് പറയുന്നത്. A4 ഉം B2 ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറയുന്നത് ലോഗ് 4 ടു ദ ബേസ് 2, ദാറ്റ് ഈസ് ലോഗ് 2 സ്ക്വയർ ബൈ 2, ദാറ്റ് ഈസ് 2 ഇൻറ്റു ലോഗ് 2 2 2 2 വരും അല്ലേ. 2 ഇൻറ്റു അതായത്
മാനോട്ടേഷൻ കാണിക്കാൻ കുറച്ച് ലോഗ് 2 ടു ദ ബേസ് 2 എന്നിട്ട് 2 വെളിയിലുണ്ട് ലോഗ് 2 സ്ക്വയർ ടു ദ ബേസ് 2 എന്ന് വരും. അപ്പൊ 2 വെളിയിലുണ്ട്. ലോഗ് 2 എന്ന് പറയുന്നത് 1 ആണല്ലോ. അപ്പം n റേസ് ടു 2 ഇൻറ്റു ലോഗ് 2 ടു ദ ബേസ് 2 ദാറ്റ് ഈസ് n സ്ക്വയർ. അപ്പം എഫ് ഓഫ് n എന്ന് പറയുന്നത് n ആണ് അല്ലെ? എഫ് ഓഫ് n n ആണ്. ഇനി കണ്ടീഷൻ നോക്കി, എഫ് ഓഫ് n n ആണ്. എഫ് ഓഫ് n n ആണെങ്കിൽ if f of n less than this one നമുക്ക് n സ്ക്വയർ ആയിട്ടില്ല. അപ്പൊ if f of n less than n square, f of n is equal to theta of n raised to log a to the base b. അപ്പം theta of n square എന്നർത്ഥം. മനസ്സിലായി? theta of, അപ്പൊ ഇവിടെ നമുക്ക് theta of n square. പിന്നെ ഇതുപോലെ മറ്റ് കേസുകളും പിന്നെ ഇതിപ്പം അടുത്തൊരു കേസ് പറയുന്നത് if f of n n raised to log a to the base b. ഇനി ഈക്വൽ ആണെങ്കിലത്തെ കേസാണ് ആ പറയുന്നത്. ഈക്വൽ ആണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. 2tn/2 പ്ലസ് n എന്ന് പറഞ്ഞു, a2 b2 പറഞ്ഞു. അപ്പം മുമ്പേ പറഞ്ഞ പോലെ തന്നെ n റേസ് ടു ലോഗ് 2 ടു ദ ബേസ് 2 n എന്ന്, ഇത് n ആണ്. n ഈസ് ഈക്വൽ ടു n അല്ലേ? അപ്പൊ ഏത് കണ്ടീഷൻ വന്നു? ഈക്വൽ കണ്ടീഷൻ. അപ്പൊ എന്ത് പറയുന്നു? e of n ഈസ് ഈക്വൽ ടു ബിഗ് ഓഫ് n റേസ് ടു ലോഗ് a ടു ദ ബേസ് b. കേസ് 2 അല്ലെ? ലോഗ് a ടു ദ ബേസ് b. അതായത് theta of n raised to log a to the base b into log n എന്ന് വരും. അപ്പൊ that is equal to theta of n log n, case 2. Now, അടുത്തത് e of n is equal to big O of n raised to log a to the base b. പിന്നെ if f of n greater than ആണ് പറയുന്നത്, അത് O ആയിട്ട് വരും. അതായത് a2 b2 f of n n സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആയിട്ട് വരുന്നതിന്റെ അതിന്റെ നിങ്ങൾ തന്നെ അതൊന്ന് ചെയ്ത് നോക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ള. ഇത് നിങ്ങളുടെ ആ നോട്ട്സ് കൂടെ ഒന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഇതാണ് നിങ്ങളുടെ നോട്ടായിട്ട് വരുന്നത്. ഈ നോട്ട് നിങ്ങൾ വായിക്കുക. നിങ്ങൾ ഇതിനകത്ത് ഇപ്പൊ ആദ്യമൊക്കെ അതിന്റെ ജനറൽ ആയിട്ട് അങ്ങനെ പറഞ്ഞ് വിട്ടുപോയാൽ മതി. പറഞ്ഞ് അങ്ങ് പോകുന്നേ ഉള്ളൂ. മാക്സിമൈസ് മിനിമൈസ് ഇതൊക്കെ പറയുന്നുണ്ട്, എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ടൈം, ഞാൻ ആദ്യം പറഞ്ഞ ടൈമിനെ പറ്റി, ഇതാണ് ഒരു ഈ പറയുന്ന ടൈം ഷെഡ്യൂളിംഗ് പോലെ വരുന്ന ഒരു എക്സാമ്പിൾ ആണ്. സെലക്ട് ഗ്രീഡി അൽഗോരിതം. ഇതാണ് ഇവിടെ മുതലാണ് അതിനകത്ത് തുടങ്ങുന്നത്. ജോബ്സ് പറയുകയാണ് J1 J2 J3 J4 J5. അപ്പൊ ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ T6 ആണ്. അതാണ് ഞാൻ മുമ്പേ കാണിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും ചെറിയ J3 എടുത്തു അല്ലെ, 1 എടുത്തു, പിന്നെ അത് കഴിഞ്ഞ് 2 എടുത്തു, പിന്നെ J3 J4 J1 എടുത്ത കാര്യമാണ് ഈ പറയുന്നത്. ഇതാണ് ലോക്കൽ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഓപ്റ്റിമൽ സൊല്യൂഷനും ലോക്കൽ ഓപ്റ്റിമൽ സൊല്യൂഷൻ വരും. അപ്പം ലോക്കൽ മതി എന്നുണ്ടെങ്കിൽ ലോക്കൽ മതി, അല്ലെങ്കിൽ ഗ്ലോബലിന് പോവുക. ഗ്ലോബൽ ആകുമ്പോൾ അത് കോസ്റ്റ് ഫ്രാക്ഷണൽ നാംസ്. ഇതാണ് മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ. x1 x2 x3 എന്ന് പറഞ്ഞ 3 എലമെന്റ് ഉണ്ട്. ഇതുണ്ട് വെയിറ്റും ഇതും കൂടെ കൂടുക, സിഗ്മ പറഞ്ഞിരിക്കുക. വെയിറ്റും ഓരോന്നിന്റെ വെയിറ്റ് പറയാം, പിന്നെ ഓരോന്നിന്റെ പ്രോഫിറ്റും എക്സൈയും പറയാം. അപ്പൊ അത് കൂട്ടി അത് നമ്മൾ മുമ്പേ ചെയ്തത് തന്നെ. ഫസ്റ്റ് എടുത്തു, അപ്പൊ ആദ്യ പ്രോഫിറ്റിന്റെ നോക്കിയെടുത്തു, പിന്നെ മിനിമം വെയിറ്റിന്റെ മാക്സിമം പ്രോഫിറ്റിന്റെ നോക്കി ആദ്യം എടുത്തു, പിന്നെ മിനിമം വെയിറ്റിന്റെ നോക്കിയെടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട്
P1 P by W. ഇതാണ് ഏറ്റവും എഫിഷ്യൻ. കണ്ടോ, 31.5 ആണ് ഇവിടെ ഇത് കിട്ടിയിരിക്കുന്നത്. ഇത് വെയിറ്റും പ്രോഫിറ്റ് ഇത് നമ്മൾ നോക്കിയതാണ്. വെയിറ്റ് കൊടുത്തു, പ്രോഫിറ്റ് കൊടുത്തു, പ്രോഫിറ്റ് പെർ വെയിറ്റ് കൊടുത്തു അല്ലേ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണ് മാക്സിമം. നമ്മൾ നോക്കി അതില് വെയിറ്റ് 5 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 6 എടുത്തു, പിന്നെ ഈ 5 എടുത്തു. അപ്പോഴും 1ഉം 2ഉം കൂടെ 3 വന്നുള്ളൂ. പിന്നെ 2 ഇതിന്റെ പകുതിയും കൂടെ ഇതിന്റെ കാണിച്ചിരിക്കുന്നു. അതെ അതെ കൊടുത്ത് ടോട്ടൽ പ്രോഫിറ്റ് അങ്ങനെ തന്നെ ലാസ്റ്റ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഇതാണ് ഞാൻ പറഞ്ഞ ഡെഡ് ലൈനിന്റെ അൽഗോരിതമാണ് ഈ പറയുന്നത്. ഡെഡ് ലൈന് T1 T2 T3 T4 എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ മാക്സിമം ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ് 3 ആണ്. അപ്പൊ ഓരോന്നിനും ഇവിടെ എമൗണ്ട് ഓഫ് ടൈം വെച്ചിട്ട് അത് നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. 1 hour ആണ് ഒരെണ്ണത്തിന്റെ. അവർ ഡെഡ് ലൈൻ ഓഫ് ഈച്ച് ടാസ്ക് ഈസ് ഗിവൻ ഇൻ സ്പെസിഫിക്. അതായത് 3 മണിക്കൂറാണ്, ഓരോ മണിക്കൂറാണ് ഓരോന്നിനുള്ളത്. ഡെഡ് ലൈൻ 3. അപ്പം 3 ടാസ്ക് പറ്റും. അപ്പൊ ആ ടാസ്കുകളെ എങ്ങനെ, ഹൗ ക്യാൻ യു എഫിഷ്യൻലി അലോക്കേറ്റ് ദീസ് ടാസ്ക് ടു ദാറ്റ് ലിമിറ്റഡ് ടൈം. അപ്പൊ അത് വെച്ചിട്ട് നോക്കുമ്പോഴത്തേന് ഇപ്പൊ ഇവിടെ നോക്കിക്കഴിയുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് അത് ഈ പ്രോഫിറ്റ് അപ്പൊ 0-1 എന്നുള്ളിടത്ത് 1 to 2 ഇത് കൊടുത്തു, പിന്നെ 0-1 ഇത് കൊടുത്തു, പിന്നെ 2 to 3 ഇത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റത്. ഇതാണ് ഹഫ്മാൻ കോഡിനെ പറ്റി ഞാൻ പറഞ്ഞത്. ഹഫ്മാൻ കോഡിന്റെ ഇതാണ് ക്യാരക്ടേഴ്സ് ഉണ്ട്. K70 നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ടോട്ടൽ 700 ബിറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ 300 ബിറ്റ് ആയിട്ട് അയക്കുന്നു. ഹഫ്മാൻ കോഡില് 3 വരയ്ക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക.